ഒരു വർഷം ടോപ്പ് 100 ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. ടോപ്പ് 100 ടോപ്പിക്സ് ഓരോ മാസത്തെ. അപ്പോൾ ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് റിലേറ്റഡ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നിങ്ങൾക്കൊരു റിവിഷൻ പോലെ ഈ സമയം നിങ്ങളുടെ പഠന സമയം തന്നെയായിട്ട് നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും. അത്തരത്തിലായിരിക്കും നമ്മൾ ഈ സമയം കടന്നു പോവുക. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് ഈ ഒരു സമയം ലഭിക്കുക. യങ് സയന്റിസ്റ്റ് അവാർഡ് കഴിഞ്ഞ ഓഗസ്റ്റിലെ ആദ്യത്തെ ഒരു വാർത്ത. അപ്പോൾ യങ് സയന്റിസ്റ്റ് അവാർഡ് ആരാണ് കൊടുക്കുന്നത്? അത് CSIR ആണ്, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ്. CSIR-ന്റെ ഗിവൺ ടു സയന്റിസ്റ്റ് വർക്കിംഗ് ഇൻ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് CSIR-ന്റെ കീഴിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. സയന്റിഫിക് ഡെവലപ്മെന്റിനെ സഹായിക്കും. ബയോളജിക്കൽ സയൻസസ്, കെമിക്കൽ സയൻസസ്, എർത്ത് സയൻസസ്, പ്ലാനറ്ററി സയൻസസ്, എഞ്ചിനീയറിംഗ് സയൻസസ്, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെയാണ് 50,000 രൂപയും ഒരു പ്ലാക്ക് ഫലകവും അടങ്ങുന്നതാണ് യങ് സയന്റിസ്റ്റ് അവാർഡ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുക 2 ഡയമെൻഷനിലാണ് പഠിക്കേണ്ടത്. ഇത് നമ്മൾ ചില ഏരിയാസ് പഠിക്കുന്നു. അപ്പോൾ ഒരു പരിധി വരെ നമ്മുടെ സ്റ്റാറ്റിക് ഏരിയാസും ഇതിന്റെ കൂടെ തന്നെ കവർ ചെയ്തു പോകും. 2 എക്സ്ക്ലൂസീവ്ലി വർഷത്തെ കറണ്ട് ഈവൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ്. പിന്നെ മെയിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന്റെ ഒരു ആശയവും നമ്മൾ മനസ്സിലാക്കി. ഈ ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാം. നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഒരു ക്ലാസ് റൂം ഉണ്ടല്ലോ, അതിൽ ഞാൻ ഷെയർ ചെയ്യാം. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ് സ്കോച്ച് ഗോൾഡ് അവാർഡ്. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് സ്കോച്ച് ഗോൾഡ് അവാർഡ് അവരുടെ എംപവർമെന്റ് ഓഫ് ട്രൈബൽസ് ത്രൂ IT എനേബിൾഡ് സ്കോളർഷിപ്പ് സ്കീം പ്രൊജക്ടിന് ലഭിച്ചു. ഇത് 2003 ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഇൻ ദ കൺട്രി കൺഫർഡ് ബൈ ആൻ ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ പ്രൊജക്ട്സ് ഇതിനെയൊക്കെയാണ് ഇവര് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇന്ത്യ ഒരു ബെറ്റർ നേഷൻ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇൻക്ലൂസീവ് ഗ്രോത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ എന്തിനാണ് ട്രൈബൽ അഫയേഴ്സിന് ലഭിച്ചത്? അതാണ് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. എംപവർമെന്റ് ഓഫ് ട്രൈബൽസ് ത്രൂ IT എനേബിൾഡ് സ്കോളർഷിപ്പ് സ്കീംസ്. ഇപ്പോൾ പല സ്കീംസും യഥാർത്ഥ വിദ്യാർത്ഥികളിൽ എത്താത്ത ഒരു സാഹചര്യത്തിൽ ഈ സ്കീം സ്കോച്ച് അവാർഡ് ഇത്തരത്തിലുള്ള ഒരു IT പദ്ധതികളുമായി ബന്ധപ്പെടുത്തിയതിനാണ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്തത് മഹാത്മാഗാന്ധി സേതു. എന്താണ് മഹാത്മാഗാന്ധി സേതു? ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5750 മീറ്റേഴ്സ് ആണ്. നമുക്കറിയാം റോഡ്സ്, ബ്രിഡ്ജസ്, ഇതിനെ കുറിച്ചൊക്കെ 1-2 ചോദ്യങ്ങൾ UPSC ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് 3rd ലോങ്സ്റ്റ് റിവർ ബ്രിഡ്ജ് ആണ് ഇന്ത്യയിലേത്. ഇത് ഗംഗയുടെ മുകളിലൂടെയാണ് പാറ്റ്നയെ ഹാജിപ്പൂരുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ ടോപ്പ് 100 നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പാറ്റേൺ ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു. നമ്മൾ പ്രധാനപ്പെട്ട 100 ടോപ്പിക്സ് ആണ് എടുക്കുന്നത് എല്ലാ മാസത്തെയും. പ്രധാനപ്പെട്ട 100 ടോപ്പിക്സ് അതിന്റെ പ്രിലിം ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ ഈ കറണ്ട് അനാലിസിസ് 360 ഡിഗ്രി അനാലിസിസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്, തീംസ് നമ്മൾ ചർച്ച ചെയ്യുകയാണ്, ആ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മുസ്ലിം റൈറ്റ്സ് ഡേ ആയിട്ട് ഓഗസ്റ്റ് 1 സെലിബ്രേറ്റ് ചെയ്തു. ട്രിപ്പിൾ തലാഖ്, ദ ഫസ്റ്റ് ആനിവേഴ്സറി ഓഫ് ദ ലോ അഗൈൻസ്റ്റ് ഇൻസ്റ്റന്റ് ട്രിപ്പിൾ തലാഖ്, the Muslim Women Protection Rights on Marriage Act. It was on this day last year the bill got presidential nod. അപ്പോൾ രാജ്യം സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി ഇത്തരം ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതോട് മനസ്സിലാക്കുക. 5ാമത്തെ ടോപ്പിക് യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് കമ്മീഷൻ ഫോർ യൂറോപ്പ് UNECE 47 സെറ്റപ്പ് ചെയ്താണ്. UN-ന്റെ 5 റീജിയണൽ കമ്മീഷൻസിൽ ഒന്നാണ്. പാൻ യൂറോപ്യൻ എക്കണോമിക് ഇന്റഗ്രേഷൻ ആണ് പ്രൊമോട്ട് ചെയ്യുക. ഇതിൽ ഏതാണ്ട് 56 മെമ്പർ സ്റ്റേറ്റ്സ് ഉണ്ട് നോർത്ത് അമേരിക്കയിൽ നിന്നും ഏഷ്യയിൽ.
അടുത്ത സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ആണ്. ഇത് എക്സ്ക്ലൂസീവ് നമ്മൾ പ്രിലിം രീതിക്കാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്മാർട്ട് ക്ലാസ് റൂം, സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ. It is a nationwide initiative to provide students with a platform to solve some of the pressing problems people face in daily lives. അപ്പോൾ ഒരു ഇന്നോവേഷൻ കൾച്ചർ ചെറുപ്പക്കാരിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സംഗതി മുൻപോട്ടേക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് എഡിഷൻ ഓഫ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ 2017 അപ്പോൾ ഇത് ഓർഗനൈസ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റും AICTEയും കൂടിയാണ്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ചെറുപ്പക്കാരിലൊരു ഇന്നോവേറ്റീവ് കൾച്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രിലിം കറണ്ട് അഫയേഴ്സ് 2021 എന്നുള്ളത് അതിനകത്ത് ഇട്ടാൽ മതിയോ? അതോ കറണ്ട് അഫയേഴ്സിൽ ഇട്ടണം? അതിലെല്ലാവരും മെമ്പർ എല്ലാം O അടിച്ചു നോക്കുക. O കിട്ടുന്നില്ല. O തന്നെയാണ്. O കേട്ടോ, 0 അടിച്ചാണ്. ഇതാണ് കോഡ്. ക്ലാസ് റൂം കോഡ് ഇട്ടിട്ടുണ്ട്. അടുത്ത 100 ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്, കറണ്ട് റിലേറ്റഡ് ടോപ്പിക്സ്. ഭാരത് എയർ ഫയർ സർവീസസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ BSNL as part of Digital India initiatives. വയർലെസ് കണക്ടിവിറ്റി ആണ് അത്. ഏതാണ്ട് 20 കിലോമീറ്റർ റേഞ്ചിലേക്ക് ഫ്രം ദ BSNL locations, and thus customers at remote places also will benefited as BSNL comes with the cheapest services with support of telecom. ഈ കോഡ് എടുത്താൽ മതി. പുതിയ കോഡ് അവർ അയക്കുന്ന കോഡ് എടുത്താൽ. ഓക്കെ. അടുത്ത് ധോൾ അല്ലെങ്കിൽ ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ്. ഇത് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ്. കർണാടക, മഹാരാഷ്ട്ര, ഒപ്പം മധ്യപ്രദേശ് അവരിതിന്റെ കൺസർവേഷനിൽ ടോപ്പാണ്. എൻഡേഞ്ചേർഡ് ഡോളാണ്. ഇതൊരു പുതിയ സ്റ്റഡി പ്രകാരം ഇത് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. ധോൾ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കാർണിവോറാണ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ കാണാൻ പറ്റും. IUCN-ന്റെ എൻഡേഞ്ചേർഡ് ലിസ്റ്റിലുള്ളതാണ് ഏഷ്യാറ്റിക് ഡോൾ. ഷെഡ്യൂൾ 2 വൈൽഡ് ലൈഫ് ആക്ടിൽ വരുന്നതാണ്. ഡോൾസ് ആർ സസ്പെക്റ്റബിൾ ടു ഓർക്കുക. IUCN-ന്റെ എൻഡേഞ്ചേർഡ് ലിസ്റ്റിലുള്ളതാണ്. ഷെഡ്യൂൾ 2 ആണ്. പിന്നെ ഇതിന് ഡിസീസസ് ഒക്കെ നോർമൽ ഡോഗ്സിനോട് ഇതിന് വരാം. ഇത് പൊതുവെ ഒരു സോഷ്യൽ വില്ലേജസിലൊക്കെ കാണുന്ന ഒരു സംഗതി. കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിലൊക്കെ കാണും ഇത്? ഉണ്ടോ? അവിടെ മാത്രമല്ല, കേരളത്തിലും പലയിടങ്ങളിലും ഉണ്ട് ഇത്. അടുത്തത് മണ്ടാരിൻ. മണ്ടാരിൻ it is the language of government and education of Chinese mainland and Taiwan. With the notable exceptions of Hong Kong and Macau, where local dialect of Chinese called Cantonese is more often used. National education policy has dropped Mandarin or Chinese from its list of examples of foreign languages that can be taught in schools. അപ്പോൾ പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമ്മൾ എന്തെടുത്ത് കളഞ്ഞു? സ്കൂളുകളിൽ പഠിപ്പിക്കാവുന്ന ഫോറിൻ ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പൊ ICSE സിലബസിലൊക്കെ 8ാം ക്ലാസ് തൊട്ട് ഒരു ഫോറിൻ ലാംഗ്വേജ് അവർ പഠിപ്പിക്കും, അല്ലെ? ഉണ്ടോ? നിങ്ങൾക്ക് ഹിന്ദി എടുക്കാം, അല്ലെ ഓപ്ഷണൽ ആയിട്ട് ഏതെങ്കിലും ഫോറിൻ ലാംഗ്വേജ് എടുക്കാം. അങ്ങനെ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ മണ്ടാരിൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം ഒന്ന് മനസ്സിലാക്കുക. 10ാമത്തെ പോയിന്റ്, ബാരക് ന്യൂക്ലിയർ എനർജി പ്ലാന്റ്. UAE-യുടെ ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ആണ് ബാരക് ന്യൂക്ലിയർ എനർജി പ്ലാന്റ് എന്ന് പറയുന്നത്. അവര് അച്ചീവ്ഡ് ഫസ്റ്റ് criticality and successfully started up. Barak means blessing in Arabic, is a regional first thing. Nuclear reactor. Barack Obama എന്നൊക്കെ പറയുന്ന പോലെ. Barakag, അല്ലെ? Barakag was built by a consortium led by Korea Electrical Power Corporation. ഇപ്പൊ പ്രൈവറ്റ് കമ്പനികളും ന്യൂക്ലിയർ റിയാക്ടേഴ്സിന്റെ നിർമ്മിതിയിലേക്ക് വരുന്നുണ്ട്. അടുത്ത 11ാമത്തെ ടോപ്പിക്, അഗത്തി ഐലൻഡ്. അഗത്തി എവിടെയാണ്? ലക്ഷദ്വീപിൽ.
ഇതെന്തിനാണ് ഇത് വാർത്തയിൽ വന്നത്? റീസെന്റ് National Green Tribunal granted an interim stay on felling of coconut trees on Agatti Island for the purpose of forming a beach road. Green Tribunal പറഞ്ഞു കോക്കനട്ട് ട്രീസ് വെട്ടുന്നത് നിർത്തണം എന്ന് പറഞ്ഞു. അപ്പൊ അഗത്തി ഐലൻഡ് എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. ഒരു കോറൽ അറ്റോളാണ്, കോറൽ ദ്വീപാണ്, പവിഴ ദ്വീപാണ് എന്നുള്ളതും മനസ്സിലാക്കുക. പ്രിലിം പോയിന്റ് ഓഫ് വ്യൂ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ടോപ്പിക് അറിയാമെങ്കിൽ, നമുക്ക് ആ തീം അറിയാമെങ്കിൽ നമുക്ക് ആൻസേഴ്സ് എഴുതാൻ സാധിക്കുമോ? അപ്പം ഇതൊരു റിവിഷൻ, നിങ്ങൾ പഠനത്തിനുള്ള ഒരു സമയമായിട്ട് തന്നെ എടുക്കുക ഈ പ്രിലിം എഴുതുന്ന ആളുകൾ. UK plans to coin Mahatma Gandhi's honor. Britain minting a coin to commemorate Mahatma Gandhi amid growing interest in recognizing the contributions of the people from Black, Asian and other minority ethnic communities. അടുത്ത ഗാലപ്പഗോസ് ആർക്കിപ്പിലാഗ്. ഗാലപ്പഗോസ് ഐലൻഡ് ഏതാണ്ട് 60,000 സ്ക്വയർ കിലോമീറ്റർ ഉള്ളതാണ്. ഇക്വേഡറിന്റെ പാർട്ടാണ്. അത് പസഫിക് ഓഷ്യനിലാണ്. അപ്പൊ ബ്ലാക്ക് ലെറ്ററിൽ, ബോൾഡ് ലെറ്ററിൽ കൊടുത്തിട്ടുള്ളതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അത് എവിടെയാണ്? ഇക്വേഡറിന്റെ പാർട്ടാണ്, പസഫിക് ഓഷ്യനിൽ ഉള്ളതാണ്. സൗത്ത് അമേരിക്കൻ കോണ്ടിൽ നിന്നും 1000 കിലോമീറ്റർ അകലെയാണ്. അവിടെ എന്ത് കണ്ടു? ജയന്റ് ടോർട്ടോയ്സിനെ കണ്ടത് അവിടെയാണ്, ഗാലപ്പഗോസ്. ഇക്വഡോർ made it a part of Galapagos Wildlife Sanctuary in 1935. ഗാലപ്പഗോസ് നാഷണൽ പാർക്കായി 59-ൽ മാറി. ഐലൻഡ് became UNESCO's ഫസ്റ്റ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയി മാറി. അത് ശ്രദ്ധിച്ചോണം, ഫസ്റ്റ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ചാൾസ് ഡാർവിൻ ഗാലപ്പഗോസ് ഐലൻഡിലൂടെ ഉള്ള അദ്ദേഹത്തിന്റെ യാത്ര നിങ്ങൾ നേരത്തെ വായിച്ചിട്ടുണ്ടാവും. Described the islands as a world in itself. Ecuador was on alert earlier this week as a fleet of Chinese fishing vessels, what some called a floating city, was sighted near the Galapagos archipelago. അപ്പോ ഇത് എന്തുകൊണ്ടാണ് കറണ്ട് എന്ന് വെച്ചാൽ, ഒരു ചൈനീസ് വെസല് ഒരു ഫ്ലോട്ടിംഗ് സിറ്റി എന്നറിയപ്പെട്ട ഒരു ഫിഷിംഗ് വെസൽ അത് ഈ ഐലൻഡിലൂടെ പോകുന്നു. അതിനെതിരെ ഇക്വഡോർ വാൺ ചെയ്തു. അപ്പൊ അതാണ് ഒരു വിഷയം. Chinese ship frequent Ecuador's waters this time of the year when the cold Humboldt current brings in nutrients that lead to a high congregation of marine species. ഈ ഹംബോൾട്ട് കറണ്ട്, കോൾഡ് ഹംബോൾട്ട് കറണ്ട് അത് ന്യൂട്രിയൻസ് കൊണ്ടുവരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ധാരാളം മത്സ്യങ്ങൾ അവിടെ വരും. അപ്പൊ മത്സ്യസമ്പത്ത് എടുക്കാൻ വേണ്ടിയാണ് ഈ ചൈനീസ് ഫിഷിംഗ് ബോട്ട് അവിടെ വന്നത്. അപ്പൊ ഒരു കറണ്ട്, ഇതെങ്ങനെയാണ് ഒരു കറണ്ട് ഇഷ്യൂ ആയി മാറിയതെന്ന് മനസ്സിലാവുന്നുണ്ടോ? പോയിന്റ് മനസ്സിലായോ? ഇത് എന്തുകൊണ്ടാണ് ഇതൊരു കറണ്ട് ഇഷ്യൂ ആയിട്ട് മാറിയത്? ഗാലപ്പഗോസ് ഐലൻഡ് കറണ്ട് ഇഷ്യൂ, ചൈനീസ് വെസൽ വന്നു. അപ്പൊ ഡയറക്റ്റ് ചിലപ്പോൾ ചൈനീസ് വെസലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആയിരിക്കില്ല ചോദിക്കുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കുന്നത്. ഇമ്പോർട്ടൻസ് എന്താണ്? വേൾഡിലെ ഫസ്റ്റ് സൈറ്റ്, അതൊരു പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഈ ടോർട്ടോയ്സ്, ബിഗ് ടോർട്ടോയ്സ് ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പൊ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദ്യം എങ്ങനെയാണ് വരുന്നത്, UPSC എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവണം. ആ ചോദ്യം വരുന്ന രീതി, നിങ്ങൾ പത്രം വായിക്കുമ്പോഴും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സംഗതി വേണം. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഇപ്പൊ അടുത്ത വർഷത്തേക്കൊക്കെ ഒരുങ്ങുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡെയിലി എഴുതി പോകണം. ഇത് എഴുതി പോകാതെ ഇതൊരു തമാശയായിട്ട് കരുതരുത്. നമുക്ക് എഴുതി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാറ്റിക് പോർഷനും കുറെ കവർ ചെയ്യപ്പെടും. അതുപോലെ തന്നെ ആ കറണ്ട് ഇവന്റ്സിനെ കുറിച്ച് ഒരു ധാരണ രൂപം കൊള്ളുന്നതിന് ഇടയാവും. ചില കുട്ടികളൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അവര് ക്യാൻഡി ഒരു വർഷത്തെ അവർ കൊളേറ്റ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെച്ച് അത് വായിക്കുന്നു എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഇറ്റ് ഈസ് ഗുഡ് ആക്ച്വലി. അപ്പോൾ മാക്സിമം കറണ്ട് അഫയേഴ്സിനെ കുറിച്ചുള്ള ഒരു ധാരണയും നിങ്ങൾ രൂപപ്പെടുത്തി. അടുത്ത് 14-ാമത്തെ ടോപ്പിക്, ജോൺ ഹ്യൂം. അദ്ദേഹം നോബൽ പീസ് പ്രൈസ് കിട്ടിയതാണ്. നോർത്തേൺ ഐലൻഡിൽ വയലൻസ് സ്റ്റോപ്പ് ചെയ്തത്, നോർത്തേൺ അയർലൻഡിൽ. അപ്പൊ അദ്ദേഹം 83-ാമത്തെ വയസ്സിൽ മരിച്ചു. നോർത്തേൺ അയർലൻഡിന്റെ പീസ് എഗ്രിമെന്റ് 1998-ലാണ്. നമുക്കറിയാം അയർലൻഡില്, ഈസ്റ്റേൺ അയർലൻഡും നോർത്തേൺ അയർലൻഡും അവിടെ തമ്മിലുള്ള വയലൻസ്, ഗുഡ് ഫ്രൈഡേ എഗ്രിമെന്റ്. അതെ 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 അവിടെ ക്രിസ്ത്യൻസും പ്രൊട്ടസ്റ്റന്റ്സും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. അടുത്ത് ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജൻസ് നെറ്റ്വർക്ക്, ഈവിൻ.
നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് കൊണ്ടുവരുന്നത്. റിയൽ ടൈം ഇൻഫർമേഷൻ വാക്സിൻ സ്റ്റോക്സിനെ കുറിച്ചും ഫ്ലോസിനെ കുറിച്ചും കൊണ്ടുവരിക. പരിവാർ പഹ്ചാൻ പത്ര, അത് ഹരിയാന ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. പ്രൊവൈഡ് എ യുണീക് ഐഡന്റിറ്റി ടു കംപ്ലീറ്റ് ഫാമിലി. ഹെഡ് ഓഫ് ദ ഫാമിലിയെ ടോപ്പിൽ മെൻഷൻ ചെയ്യും, ബാക്കി ഓരോരുത്തരെയും മെൻഷൻ ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? സെൻട്രൽ സ്റ്റേറ്റ് സ്കീംസ് അവർക്ക് അവരുടെ വീട്ടുമുറ്റത്തിൽ ലഭിക്കും. ഒരു വീട്ടിൽ എത്ര പേരുണ്ട് അതിന് ആനുപാതികമായ ബെനിഫിറ്റ്സ് കിട്ടും. 17ാമത്തെ ടോപ്പിക്, ക്യാപിറ്റൽ ആൻഡ് ലാർജസ്റ്റ് സിറ്റി ഓഫ് ലെബനോൺ, ബെയ്റൂട്ട്. ബെയ്റൂട്ടിൽ എന്താ സംഭവിച്ചത്? ബെയ്റൂട്ടിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി, എക്സ്പ്ലോഷൻ ഉണ്ടായി. അപ്പൊ ഇതൊരു വാർത്തയാണ്, കറണ്ട് വാർത്തയാണ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കുന്ന ബെയ്റൂട്ട് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത്. എവിടെയാണ് കിടക്കുന്നത്? നോക്കൂ, മാപ്പിലേക്ക് നോക്കൂ. എന്തിനടുത്താണ്? മെഡിറ്ററേനിയൻ സീ. ഒരു സൈഡിൽ ഇസ്രായേൽ ഉണ്ട്, മറ്റേ സൈഡിൽ സിറിയ ഉണ്ട്. ഒരു റീജിയണൽ സീപോർട്ടാണ് ലെബനോണ്ട്. അപ്പൊ ചിലപ്പോൾ ആ രീതിയിലാണ് ഇപ്പൊ ഈ ജോഗ്രഫി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഈ രീതിയിലാണ് ചോദിക്കുന്നത്. ഇതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ഇത് എനിക്ക് തോന്നുന്നു ഇത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ കാര്യങ്ങൾ, ഈ പോയിന്റ്സ് എല്ലാം തന്നെ. നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംഗതി ഇതിനകത്ത് ഇല്ല. ഉണ്ടോ? വളരെ ഇത് കൃത്യമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് കൃത്യമായിട്ട് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ല എങ്കിൽ ആ വിവരം എന്നോട് പറയുക കേട്ടോ. നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. A huge explosion recently devastated the port city of the capital Beirut. അപ്പം അമോണിയം നൈട്രേറ്റ് യൂസ് ചെയ്തിട്ടാണ് ബ്ലാസ്റ്റ് ഉണ്ടായത്, വലിയൊരു ബ്ലാസ്റ്റ് ആയിരുന്നു. അടുത്തൊരു ആപ്പിനെ കുറിച്ചാണ്, മൈ ഗവൺമെന്റ് ആപ്പ്. ഇതൊക്കെ ചിലപ്പോൾ ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ക്രൗഡ് സോഴ്സിങ് സിറ്റിസൺ എൻഗേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. 2014 വന്നത്. ഗവേണൻസിലും പോളിസി മേക്കിങ്ങിലും സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ എയിം ചെയ്യുകയാണ്. ഇപ്പൊ ചിലപ്പോൾ അവർ ഓപ്ഷൻ ആയിട്ട് ഇടുന്ന വേറെ വല്ലതും ആയിരിക്കും. ഗവേണൻസ് ആൻഡ് പോളിസി മേക്കിങ്ങിൽ സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ എന്നുള്ളതായിരിക്കില്ല ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. മാത്രമല്ല, ഇത് ഈ കറണ്ട് അഫയേഴ്സ് ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് ആക്ച്വലി മെയിനും കൂടെ പറ്റുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ആണോ? ഇതെങ്ങനെയാണ് മെയിന് കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരുന്നത്? ഈ ടോപ്പിക് എങ്ങനെയാണ് മെയിനിലേക്ക്? നിങ്ങൾക്ക് ഗവേണൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് എത്തിക്സിലും ഉണ്ട്, ഈ ഗവേണൻസ് ഉണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിയിലും ഉണ്ട്. അപ്പൊ ആ ഏരിയ വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു ക്ലാരിറ്റി കിട്ടാൻ ഇത് കാരണമാകും. അപ്പോൾ ഡിസ്കഷൻ, ടാസ്ക്, ഇന്നോവേഷൻ, ചലഞ്ചസ്, പോൾ സർവീസ് ഒക്കെ, ബ്ലോഗിംഗ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. മൈ ഗവൺമെന്റ് പ്ലാറ്റ്ഫോം 12 സ്റ്റേറ്റ്സ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഗോവ സിറ്റിസൺ എൻഗേജ്മെന്റ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തു. അടുത്ത പൊക്കാളി വെറൈറ്റി ഓഫ് റൈസ് ആണ്. ഇതൊരു പക്ഷെ കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും, പക്ഷെ ഓൾ ഇന്ത്യ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഇതൊരു GI ടാഗ് കിട്ടിയതാണ്. UPSCയുടെ ഒരു ഫേവറേറ്റ് ആണ് പ്രാദേശിക തലത്തിലുള്ള GI ടാഗ് പോലെയുള്ള സംഗതികൾ കിട്ടുന്നത്. ഇതിന്റെ പ്രത്യേകത UPSC ഓപ്ഷനിൽ അതായിരിക്കും ഇടുന്നത്. സോൾട്ട് വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഇതിന്റെ പ്രത്യേകത. സോ അതുകൊണ്ടാണ് അതിന് GI ടാഗ് കിട്ടിയത്. എന്ന് വെച്ചാൽ എന്താ, ഉപ്പുവെള്ളം കയറിയാലും നശിക്കത്തില്ല. സാധാരണ നെല്ല് ഉപ്പുവെള്ളം കയറിയാൽ എന്ത് സംഭവിക്കും? ഉപ്പുവെള്ളം കയറിയാൽ നശിക്കും. പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ UPSC എല്ലാം ചോദിക്കുമോ എല്ലാ വർഷവും? UPSC ഒരു ചോദ്യം ചോദിക്കുമ്പം അതിന് ആ വർഷത്തെ പ്രിലിമിനറി, ആ വർഷത്തെ കറണ്ട് റിലേറ്റഡ് ടോപ്പിക്കുമായിട്ടൊരു കണക്ട് ഉണ്ടാവും. GI ടാഗ് കിട്ടിയ സംഗതികൾ ഓൾ ഇന്ത്യ എടുത്താൽ എത്ര എണ്ണം കാണും? GI ടാഗ് കിട്ടിയത് 300 something. അത്രയും കാണും. അപ്പൊ 300 സംതിങ് പഠിക്കുക നിങ്ങളെ കൊണ്ട് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? പെട്ടെന്ന് ഓർമ്മ നിൽക്കാനൊക്കെ എളുപ്പമാണോ? ഇല്ല. അപ്പൊ UPSC ചോദിക്കുന്നതിന്റെ ഒരു പാറ്റേൺ ഞാൻ അതാ പറഞ്ഞു തരുന്നത്. ആ വർഷത്തെ കറണ്ട് അഫയേഴ്സിൽ വന്ന ഒരെണ്ണമായിരിക്കും. അപ്പൊ ഈ പൊക്കാളി റൈസിൻ്റെത് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഓഗസ്റ്റ് മാസത്തിൽ. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക. പൊക്കാളി ഈസ് ഫേംഡ് ഫോർ ഇറ്റ്സ് പെക്യൂലിയർ ടേസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഹൈ പ്രോട്ടീൻ കണ്ടന്റ്. ആ പോയിന്റ് കൂടെ മനസ്സിലാക്കുക. ടേസ്റ്റ് ഉണ്ട്, പ്രോട്ടീൻ കണ്ടന്റും
കൂടുതലാണ്. ഈ തൃശ്ശൂർ സൈഡിലൊക്കെ ഇത് കൃഷി ചെയ്യുന്നുണ്ട്, ഇരിങ്ങാലക്കുട പ്രദേശത്തൊക്കെ ഉണ്ടോ, അറിയാമോ? അടുത്ത് നാഷണൽ ഹാൻഡ്ലൂം ഡേ. അതെന്നാ സെലിബ്രേറ്റ് ചെയ്തത്? 7 ഓഗസ്റ്റിൽ ആണ് സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കറണ്ട് അഫയേഴ്സ് പിന്നെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റത്തുള്ളൂ. കറണ്ട് അഫയേഴ്സ് എന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് ആണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരിക, അതെങ്ങനെ പ്രിലിമിന് വരും എന്ന് പറയുക, എങ്ങനെ മെയിനിന് വരും എന്ന് പറയുക, ഇത്രയല്ലേ കറണ്ട് അഫയേഴ്സ് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ആണോ? പിന്നെ ബാക്കി നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഇത് കറണ്ട് അഫയേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു ആംഗിൾ ആണ് വരുന്നത്. നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കാം, റിവൈസ് ചെയ്യുക. അപ്പോൾ ഓഗസ്റ്റ് 7-നാണ് നാഷണൽ ഹാൻഡ്ലൂം ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? സ്വദേശി മൂവ്മെന്റ് ഒഫീഷ്യലി പ്രൊക്ലെയിം ചെയ്തത് ഓഗസ്റ്റ് 7, 1905 കൽക്കട്ട ടൗൺ ഹാൾ ഇൻ ബംഗാൾ. അപ്പൊ ചിലപ്പോൾ ചോദ്യം ചോദിക്കുന്നത് നാഷണൽ ഹാൻഡ്ലൂം ഡേ എന്നായിരിക്കുകയല്ല ചോദിക്കുന്നത്. അതിന്റെ പാരലി വന്ന ഈ സ്വദേശി മൂവ്മെന്റ് ആയിരിക്കും UPSCയുടെ ചോദ്യത്തിൽ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ സത്യത്തിൽ കറണ്ട് പോർഷൻ ആണോ നിങ്ങൾ പഠിക്കുന്നത്, സ്റ്റാറ്റിക് പോർഷൻ ആണോ നിങ്ങൾ പഠിക്കുന്നത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ സ്വദേശി മൂവ്മെന്റ് എന്നുള്ള ഏരിയയും കൂടി ഒന്ന് നോക്കി വെക്കുക പാരലൽ. അപ്പൊ ആ ഒരു ഏരിയയും നമ്മൾ പഠിച്ചു പോവുകയാണ്. അപ്പോൾ ഓഗസ്റ്റ് 7, 1905 കൽക്കട്ട ടൗൺ ഹാൾ ബംഗാളിൽ സ്വദേശി മൂവ്മെന്റ് പ്രൊക്ലെയിം ചെയ്യപ്പെടുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? അവയർനെസ്, ആക്സെപ്റ്റൻസ് ടുവേർഡ്സ് ദിസ് സെക്ടർ ആൻഡ് ദെയർ എക്സ്ക്യൂസിറ്റ് വർക്ക്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്ത 21 കിസാൻ റെയിൽ. ഈ സ്റ്റാറ്റിക് ഏരിയാസ് വരുന്ന സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്തോണം കേട്ടോ. സ്റ്റാറ്റിക് ഏരിയാസ് വരുന്നത് ഇപ്പൊ ആ സ്വദേശി മൂവ്മെന്റ് ജസ്റ്റ് നിങ്ങളിപ്പോ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ സൈഡിൽ ജസ്റ്റ് ഒരു പേന പേപ്പർ വെച്ചൊന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അതൊന്ന് വായിക്കുക ഈ ക്ലാസ് കഴിയുന്ന ഉടനെ. അങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ പോവേണ്ടത് കേട്ടോ. എല്ലാ ദിവസത്തെ പ്രിപ്പറേഷൻ അങ്ങനെ തന്നെയാണ്. സപ്പോസ് ഒരു സ്റ്റാറ്റിക് ഏരിയ കണ്ട ഇമ്മീഡിയറ്റ്ലി അതൊന്ന് നോട്ട് ചെയ്തിട്ട് അതുകൂടെ മനസ്സിലാക്കി പോവുക. ആ ചോദ്യങ്ങളായിരിക്കും കൂടുതൽ എക്സാമിന് വരുന്നത്. ഈവൻ സ്റ്റാറ്റിക് പോർഷനിൽ നിന്ന് വരുന്ന ഏരിയ പോലും ഇത്തരത്തിൽ ചിലപ്പോൾ പ്രധാനപ്പെട്ടതായിരിക്കും. കിസാൻ റെയിൽ എന്ന് വെച്ചാൽ പാഴ്സൽ ട്രെയിനാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് ധാനാപൂർ ബീഹാറിലേക്ക് വിട്ടു. അപ്പൊ ഫിനാൻസ് യൂണിയൻ മിനിസ്ട്രി കൊണ്ടുവന്നതാണ്. ഇതിന്റെ ഗുണം എന്താണ്? പെറിഷബിൾ പ്രൊഡ്യൂസിന്റെ സപ്ലൈ ചെയിൻ ആണ്. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇത് ഒരുപക്ഷെ മെയിനിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്കറിയാം ട്രെയിനിലാകുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സാധനങ്ങൾ ഇപ്പൊ ബീഹാറിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ബീഹാറിലേക്ക് എത്തിക്കുന്നു. നമ്മൾ ലോറിക്ക് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കും. ഇത് മിനിറ്റ് വെച്ചല്ലേ മണിക്കൂറുകൾ കൊണ്ട് എത്തിക്കാൻ പറ്റും. അപ്പൊ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയിൻ മെക്കാനിസം മാനേജ് ചെയ്യുന്നതിന് ഇത് സഹായകരമാവും. ഫാർമേഴ്സിന് ആവശ്യത്തിന് വിലയും കിട്ടും. അടുത്ത പാങ്കോലിൻ. ഇത് UPSC എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം 4 മാസങ്ങളിലെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് വാർത്തയിൽ വന്നതാണ്. ഈവൻ കഴിഞ്ഞ മാസവും വാർത്തയിലുണ്ടായിരുന്നു, ഇപ്പൊ ഈ മാസവും വാർത്തയിലുണ്ടായിരുന്നു പാങ്കോലിൻ. അപ്പൊ ചിലപ്പോൾ ചോദ്യം വരാം. പാങ്കോലിൻ ഒരു സ്കെയർലി മാമലാണ്. CITES സർവേ അവർ പറയുന്നത് ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇല്ലീഗലി ട്രേഡഡ് വെർട്ടിബ്രേറ്റ് വിത്തിൻ ഇറ്റ്സ് ക്ലാസ്. ഈ മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുമൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. 8 സ്പീഷീസ് ആണ് വേൾഡ് വൈഡ് ഉള്ളത്. അതിൽ 2 എണ്ണമാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. ഈ പോയിന്റും നിങ്ങളൊന്ന് ഓർത്തിരിക്കും. 8 സ്പീഷീസ് ഉണ്ട്. ആ 8 സ്പീഷീസിൽ 2 എണ്ണം എവിടെ കാണപ്പെടുന്നു? 2 എണ്ണം ഇന്ത്യയിൽ കാണപ്പെടുന്നു. അപ്പൊ നമ്മൾ ടോപ്പിക് ഓരോന്നായിട്ട് തീർത്തു പോവുകയാണ്, ടോപ്പിക് ബൈ ടോപ്പിക്. ആ ഓഗസ്റ്റ് മാസം വന്ന മേജർ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുകയാണ്. ഇന്ത്യയിലുള്ളത് ഏതൊക്കെയാണ്? 8 സ്പീഷീസ് എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. 2 എണ്ണം ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ചൈനീസ് പാങ്കോലിനും ഇന്ത്യൻ പാങ്കോലിനും, ഇതാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ആണിത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ചൈനീസ് പാങ്കോലിനും ഇന്ത്യൻ പാങ്കോലിനും ഇതെവിടെ കാണപ്പെടുന്നു? പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് മനസ്സിലാക്കുക. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ് ചൈനീസ് പാങ്കോലിൻ. ഇന്ത്യൻ പാങ്കോലിൻ എൻഡേഞ്ചേർഡ് ആണ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണോ എൻഡേഞ്ചേർഡ് ആണോ? ഏതാണ് ഏറ്റവും സിവിയർ? ഒട്ടും എണ്ണത്തിലില്ലാത്ത അതെ. നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൽ കണ്ടിരുന്നു അല്ലേ? അപ്പോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പ്രധാനപ്പെട്ടതാണ്.
സോ പ്രൊട്ടക്റ്റഡ് ആനിമൽ ആണ് ഷെഡ്യൂൾ 1-ലുള്ളത്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത് ഗണ്ഡകി മുക്ത് ഭാരത്. ഗണ്ഡകി മുക്ത് ഭാരത്, സ്വച്ഛത ഇൻ ദ റൺ ഓഫ് ഇൻഡിപെൻഡൻസ് ഡേ. ഗണ്ഡകി മുക്ത് എന്ന് വെച്ചാൽ എന്താണ്? ഗണ്ഡകി എന്ന് വെച്ചാൽ എന്താ? സ്മെല്ല്. ഇന്ത്യ പലയിടത്തും ചീഞ്ഞ അതൊക്കെ കളയാൻ വേണ്ടി ആയിരിക്കാം. സ്വച്ഛതാ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് തന്നെ പ്രൈം മിനിസ്റ്റർ ലോഞ്ച് ചെയ്തു. സുരക്ഷ, ഇതെന്താണ്? ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്റ്റ്, ഇറ്റ് ഈസ് എ നാഷണൽ പോർട്ടൽ. അപ്പൊ റിയൽ ടൈം ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ഈ കോൺഫ്ലിക്ട്സ് ഓൺ റിയൽ ടൈം ബേസിസ് സുരക്ഷയിൽ. ഇത് 25. Delhi High Court issues notice to UPSC after plea says quota for disabled neglected. Delhi High Court issued notice to Union Public Service Commission on a plea challenging this year's preliminary examination notice for direct recruitment to civil services on ground that it neglects the minimum reservation to be provided to disabled persons. അപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു നോട്ടീസ് UPSCക്ക് കൊടുത്തു. എന്തിനാണ് നോട്ടീസ് ഡൽഹി ഹൈക്കോടതി കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്? ഡൽഹി ഹൈക്കോടതി ഈ നോട്ടീസ് കൊടുക്കാനുള്ള ഒരു കാര്യം എന്തായിരുന്നു? പെറ്റീഷൻ ക്ലെയിംഡ് ദാറ്റ് UPSC's notice reserve only 24 vacancies for persons with disabilities out of total 796 expected approximate vacancies. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്താണ്? ഇത് നിങ്ങൾക്ക് മെയിനകത്തും കൊണ്ടുവരേണ്ട ഒരു പോയിന്റാണ്. വേണമെങ്കിൽ മെയിനിലും ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആവാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ആക്ടിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഏത് ആക്ടാണ് ഈ ആക്ട് എന്ന് പറയുന്നത്? അണ്ടർ സെക്ഷൻ 34 ഓഫ് ദ റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പ്രകാരം എത്ര വേക്കൻസി ഉണ്ടോ അതിന്റെ 4% ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കണം. അപ്പോൾ 4% എന്ന് പറയുമ്പോൾ എത്ര വരും? 796-ന്റെ 4% എന്ന് പറയുമ്പോൾ എത്ര വരും? 32 വരും. പക്ഷെ ഇപ്പൊ അവർ നോട്ടിഫൈ ചെയ്ത് എത്രയാണ്? 24. അപ്പൊ അത് മാറും, അത് കൂടും. 32 വേക്കൻസീസ് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ട് വരും. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ എത്ര പെർസെന്റേജ് ആണ് മാറ്റിവെച്ചിരിക്കുന്നത്? സ്റ്റേറ്റ് ജോബ്സിൽ 5 ആണോ 3 ആണോ? ഓർക്കുന്നുണ്ടോ? അത് നോക്കുക. സ്റ്റേറ്റിൻ്റെ നിങ്ങൾ നോക്കിയാൽ മതി. ഇതിപ്പോ സെൻട്രലിന്റെ 4% എന്നുള്ളത് ഓർക്കുക. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കാനൈസേഷൻ, ഫാം മെക്കനൈസേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ് സബ്മിഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. Scheme is implemented in all states to promote the usage of farm mechanization and increase the ratio of farm power to cultivable unit to 2.5 kilowatt per hectare. മെക്കനൈസേഷനിലേക്ക് വരണം, ഫാം പവർ വരണം, അല്ലെ? കൃഷിയൊക്കെ എന്നാലേ ഗുണകരമാകത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കുക. ഇത് ഹെൽപ്ഫുൾ ആണോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്? മെമ്മറി നിൽക്കുകയല്ലേ? കുറച്ചങ്ങ് മെമ്മറി ഓക്കെ. അപ്പൊ അടുത്ത് KV കമ്മത്ത് കമ്മിറ്റി. ഈ KV കമ്മത്ത് എന്ന് പറയുന്ന ICIC ബാങ്കിന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു. വലിയ വെറ്ററൻ ബാങ്കർ ഒക്കെയാണ്, വലിയ ഫേമസ് ആയിട്ടുള്ള ആളായി. ബാങ്കിങ് രംഗത്തെ ഒരു റെപ്യൂട്ടഡ് പേഴ്സൺ ആണ്. ഈ കുണ്ടപൂർ വാമൻ കമ്മത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. അപ്പൊ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഈ KV കമ്മത്തിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? COVID-19 NDB ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു SCയുടെ ഒരു ബാങ്കില്ല, അതിന്റെയും ചെയർമാൻ ആയിരുന്നു ആദ്യത്തെ ചെയർമാൻ. അതെ. അദ്ദേഹത്തെ ഇന്ത്യയിലെ മിക്കവാറും ഈ ബാങ്കിങ് രംഗത്തെ കുറെ ട്രാൻസ്ഫോർമേഷനിൽ പുള്ളിയെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ICIC എന്ന് പറയുന്ന ആദ്യം ഒരു ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. അതൊരു ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റിന് വേണ്ടിയുള്ള ഗവൺമെന്റ് സ്ഥാപനമായിരുന്നു. അതിനെ ഈ ഇന്ന് കാണുന്ന പ്രസ്ഥാനമാക്കിയൊക്കെ മാറ്റിയത് ഈ KV കമ്മത്താണ് മാറ്റിയത്. ICIC എന്ന് പറയുന്ന ബാങ്കിനെ ചേഞ്ച് ചെയ്തൊക്കെ അദ്ദേഹമാണ്. അപ്പോൾ COVID-19 സ്ട്രെസ്ഡ് ലോൺസിന്റെ റെസൊല്യൂഷൻ ആണ് നോക്കുന്നത്. ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷൻ ഒരു സെക്രട്ടേറിയറ്റ് ആയിട്ട് പ്രവർത്തിക്കും. ഈ രീതിയിൽ KV കമ്മത്ത് കമ്മിറ്റി
ഈ COVID-19 റിലേറ്റഡ് സ്ട്രെസ്ഡ് ലോൺസ് അതിനൊരു റെസൊല്യൂഷൻ സജഷൻസ് ഗവൺമെന്റിന് കൊടുക്കും. ബിസിനസ് കോൺഫിഡൻസ് ഇൻഡെക്സ് ഇതെന്താണ്? NCAER ഇന്ത്യയുടെ ഒരു തിങ്ക് ടാങ്ക് ആണ്. തിങ്ക് ടാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? നീതി ആയോഗ്. നീതി ആയോഗ് ഒരു തിങ്ക് ടാങ്ക് ആണ്. അതുപോലെ തന്നെയുള്ള ഒരു തിങ്ക് ടാങ്ക് എന്ന് വെച്ചാൽ ഒരു ബൗദ്ധികമായ മേഖലകളിൽ തീരുമാനമെടുക്കുന്ന പോളിസി മേക്കിങ്ങിനൊക്കെ സഹായിക്കുന്ന ബോഡിനെയാണ് നമ്മൾ തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത്. നാഷണൽ കൗൺസിൽ ഫോർ അപ്ലൈഡ് എക്കണോമിക് റിസർച്ച് conducts a quarterly survey and releases business confidence index. ബിസിനസ് കോൺഫിഡൻസ് ഇൻഡെക്സ് പുറത്തിറക്കുകയാണ്. ഇതെന്താ ചെയ്യുന്നത്? 600ഓളം ഇന്ത്യൻ കമ്പനികൾ അവരുടെ സെന്റിമെന്റ്സ്, ബിസിനസ് സെന്റിമെന്റ്സ് ഒരു ഇൻഡെക്സ് ആയി, ബെഞ്ച് മാർക്ക് ആയിട്ട് അത് പുറത്തുവിടും. ലോയ ജിർഗ എന്ന് കേട്ടിട്ടുണ്ടോ? ലോയ ജിർഗ എന്ന് പറഞ്ഞ ഓക്കെ. അപ്പൊ അടുത്തത് ഈ ലോയ ജിർഗ എന്ന് പറയുന്ന ഒരു നാഷണൽ ഗാദറിംഗ് ആണ്. എത്നിക്, റിലീജിയസ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ അഫ്ഗാനിസ്ഥാനിൽ ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ്. ഇതൊരു കൺസൾട്ടേറ്റീവ് ബോഡിയാണ്, ഹൈലി റെസ്പെക്റ്റഡ് സെഞ്ചുറീസ് ഓൾഡ് കൺസൾട്ടേറ്റീവ് ബോഡിയാണ്. അഫ്ഗാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അഫ്ഗാൻ പീപ്പിളിന്റെ ഒരു ഹയസ്റ്റ് എക്സ്പ്രഷനാണ് ഈ ലോയ ജിർഗ എന്ന് പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ പല കാര്യത്താലും വാർത്തകളിൽ നിറയുന്ന ഒരു വർഷമാണ്. അപ്പൊ ഇറ്റ് ഇസ് നോട്ട് ആൻ ഒഫീഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ബോഡി, എങ്കിൽ പോലും അവിടുത്തെ ആളുകളുടെ ഒരു ആശയം അവതരിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഒരു 3 day ലോയ ജിർഗ ഗ്രാൻഡ് അസംബ്ലി അത് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നു. ഫ്രീയിങ് അബൌട്ട് 400 താലിബാൻ ഫൈറ്റേഴ്സ് കൺവിക്റ്റഡ് ഫോർ സീരിയസ് ക്രൈംസ് ഇൻക്ലൂഡിങ് മർഡർ ആൻഡ് അബ്ഡക്ഷൻസ്. അപ്പൊ അവര് ഇപ്പൊ ഏതാണ്ട് അഫ്ഗാനിസ്ഥാന്റെ 65% താലിബാൻ ഫൈറ്റേഴ്സ് പിടിച്ചെടുക്കുകയും ചെയ്തു, അല്ലെ? അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യക്കാരോട് തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞ എന്താണ്? ഹാസ് ബീൻ കോൾഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ ടു ഡിസൈഡ് ഓൺ ഫ്രീയിങ് അബൌട്ട് 400 താലിബാൻ ഫൈറ്റേഴ്സ്. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ഈ ബോഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാവ്കസ് 220 ഇതൊരു റഷ്യൻ സ്ട്രാറ്റജിക് കമാൻഡ് പോസ്റ്റ് എക്സസൈസ് ആണ്. ഇന്ത്യ വിൽ ടേക്ക് പാർട്ട് ഇൻ റഷ്യൻ കാവ്കസ് 2020 സ്ട്രാറ്റജിക് കമാൻഡ് പോസ്റ്റ് എക്സസൈസ് നെക്സ്റ്റ് മന്ത്. അപ്പൊ ഓൾറെഡി നടന്നിട്ടുണ്ട്. ഇത് ഓഗസ്റ്റിലല്ലേ, സെപ്റ്റംബറിലാണ്. അപ്പൊ ഇന്ത്യ റഷ്യ സ്ട്രാറ്റജിക് എക്സസൈസ് ആണ് കാവ്കസ് 2020. എപ്പോഴും ആ വർഷങ്ങളിൽ നടന്നിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള എക്സസൈസുകൾ പലപ്പോഴും UPSCയുടെ ചോദ്യമായിട്ടോ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഒക്കെ വരാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ദ ഇൻവൈറ്റീസ് ഫോർ ദ എക്സസൈസ് ഓൾസോ ഇൻക്ലൂഡ് ചൈന ആൻഡ് പാകിസ്ഥാൻ. അപ്പൊ SCO ഉണ്ട്, ചൈന ആൻഡ് പാകിസ്ഥാൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത സ്പുട്നിക് 5 ഇത് റഷ്യയുടെ വാക്സിനാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുമോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? എല്ലാവർക്കും അറിയണമെന്നില്ല കേട്ടോ, ചിലപ്പോൾ ചോദ്യം വരാം. ദ വേൾഡ്സ് ഫസ്റ്റ് സച്ച് വാക്സിൻ ടു സ്പുട്നിക് 5. അടുത്ത മഹാരാഷ്ട്ര സ്പീഡ് ബോട്ട് ആംബുലൻസ് സർവീസ്. സ്പീഡ് ബോട്ട് ആംബുലൻസ് കൊണ്ടുവരുവാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ടു മാൻധ്വ ജെട്ടി. അതൊരു പുതിയൊരു നീക്കമാണ്, അല്ലെ? ജലഗതാഗതത്തെ
ആംബുലൻസ് സർവീസിന് വേണ്ടി യൂസ് ചെയ്യും. വേൾഡ് എലിഫന്റ് ഡേ ഓഗസ്റ്റ് 12 സെലിബ്രേറ്റ് ചെയ്തു. എലിഫന്റ് റീഇൻട്രൊഡക്ഷൻ ഫൗണ്ടേഷനാണ് ഈ ഒരു ആശയം മുൻപോട്ടേക്ക് വെച്ചത്. ഫൗണ്ടേഷൻ തായ്ലൻഡ് ആണ്. കാനഡിയൻ ഫിലിം മേക്കേഴ്സ് പാട്രീഷ്യ സിംസും മൈക്കൽ ക്ലാർക്കും അവരാണ് വേൾഡ് എലിഫന്റ് ഡേ എന്നുള്ള ഒരു ആശയം മുൻപോട്ടേക്ക് വെച്ചത്. പാപ്പും റിസർവ് ഫോറസ്റ്റ് കേട്ടിട്ടുണ്ട്. ഈ വാർത്തകളിലുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? UPSCയുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, വാർത്തകളിലുള്ള ബയോഡൈവേഴ്സിറ്റി ഏരിയാസ് അല്ലെ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഹോട്ട്സ്പോട്ട്സ്, ഇതൊക്കെയാണ് UPSC പലപ്പോഴും എൻവയോൺമെന്റൽ ആൻഡ് എക്കോളജിയിൽ നിന്ന് ഇടുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ അത് പ്രധാനപ്പെട്ടതാണ്. സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് പോവുകയും കൂടി ചെയ്തേക്കും. ഇത് അരുണാചൽ പ്രദേശിലാണ് ഈ പാപ്പുവം റിസർവ് ഫോറസ്റ്റ് ഉള്ളത്. ഇറ്റാനഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ബിറ്റ്വീൻ 2 IBS, ഇറ്റാനഗർ ഇമ്പോർട്ടൻറ്റ് ബേർഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഏരിയ, അതാണ് IBA എന്ന് പറയുന്നത്. ഇറ്റാനഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ്റ്റിലും പക്കേ വൈൽഡ് ലൈഫ് സാങ്ച്വറി വെസ്റ്റിലുമാണ്. റിസർവ് ഫോറസ്റ്റ് ഫോംസ് പാർട്ട് ഓഫ് ഈസ്റ്റേൺ ഹിമാലയാസ് എൻഡമിക് ബേർഡ് ഏരിയ. ഒരു റിസർവ് ഫോറസ്റ്റ് ഉണ്ട്. ഇവിടെ ഹോൺബിൽ ഉണ്ട്. ഹോൺബിൽ എന്ന് വെച്ചാൽ വേഴാമ്പൽ. ഹോൺബില്ല് ധാരാളമായിട്ടുള്ള ഒരു ഏരിയ ആണ്. പാപ്പും is an extinct habitat of 3 species of the large, colorful, fruit-eating hornbills, great wreathed and oriental pea. മനസ്സിലാക്കാം. ഇനി അടുത്ത് 35ാമത്തെ ടോപ്പിക്, സാർത്ഥക്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു പെട്രോൾ വെസലാണ്. ഇത് റീസെന്റ് ലോഞ്ച് ചെയ്ത മിഷൻ സാഗർ. എന്താ മിഷൻ സാഗർ അറിയാം? സാഗർ മാലദ്വീപ്സില് ഇന്ത്യൻ സമുദ്രത്തിലെ മഹാസമുദ്രത്തിലെ ഒരു 7-6 ദ്വീപുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ മിഷനാണ്. മിക്കവാറും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇന്നലത്തെ പത്രത്തിലും ഉണ്ടായിരുന്നു, ഇന്നലത്തെ ഹിന്ദുവിലും ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ദ അതായത് ഈ ഐലൻഡ് നേഷൻസിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഐലൻഡ് നേഷൻസ്. ഇറ്റ് ഈസ് ദ ഫോർത്ത് ഇൻ ദ സീരീസ് ഓഫ് 5 OPVs, ഓഫ് ഷോർ പെട്രോൾ വെസൽ, സാർത്ഥക് എന്ന് പറയുന്നത്. ഇത് ഇൻഡിജീനിയസ്ലി ഗോവ ഷിപ്പ്യാർഡിലാണ് ഉണ്ടാക്കിയത്, സാർത്ഥക് കേട്ടോ. അടുത്തത് മെഡിറ്ററേനിയൻ സീ. മെഡിറ്ററേനിയൻ ഇസ് എ വാസ്റ്റ് സീ പൊസിഷൻഡ് ബിറ്റ്വീൻ യൂറോപ്പ് to the north, Africa to the south, Asia to the east. Mediterranean Sea ആരെയൊക്കെ കണക്ട് ചെയ്യും? Atlantic Ocean by the Strait of Gibraltar, known in Homer's writings as Pillars of Hercules in the west. Sea of Marmara and Black Sea by the Straits of Dardanelles and Bosphorus respectively in the east. 163 kilometer long artificial Suez Canal in the southeast connects Mediterranean Sea to Red Sea. ഇപ്പൊ ഇത് സിയസ് കനാലിലൊക്കെ ഇവിടെ എന്താ ഉണ്ടായി? റീസെന്റ് എന്ത് സംഭവിച്ചു? കപ്പല് വന്നിട്ട് ബ്ലോക്ക് ആയി അല്ലേ? ആ കപ്പല് അവരുടെ കയ്യിൽ നിന്ന് ഇവര് വലിയൊരു തുക കോമ്പൻസേഷൻ ഒക്കെ വാങ്ങിച്ചു. അത്രയും സമയത്ത് ഇവരുടെ വ്യാപാരം നടന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ മെഡിറ്ററേനിയൻ സീ പോയിന്റ്സ് ഒക്കെ ഒന്ന്, സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ എവിടെയാണ്, അത് ഏതിനും ഇടയ്ക്കാണ്. സീ ഓഫ് മർമര, ബ്ലാക്ക് സീ, അത് അതിനെ എന്തൊക്കെയാണ് മാറ്റുന്നത്, ഇങ്ങനെയുള്ള വാർത്തയിലൊക്കെ അടുത്തത് 37ാമത്തെ ടോപ്പിക്. ഈ മാസത്തെ ഓഗസ്റ്റ് മാസത്തിലെ 37ാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 100 ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. ശ്രീജൻ അതൊരു പോർട്ടലാണ്, ഡിഫൻസ് മിനിസ്ട്രിയുടെ പോർട്ടലാണ്. 1 സ്റ്റോപ്പ് ഷോപ്പ് ഓൺലൈൻ പോർട്ടൽ.
that provides access to the vendors to take up items that can be taken up for indigenization. അവർക്ക് ഈ തേർഡ് പാർട്ടി വെൻഡേഴ്സിനൊക്കെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ മായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാനുള്ള ഒരു തേർഡ് പാർട്ടി പോർട്ടലായിട്ട് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഓൺലൈൻ പോർട്ടൽ. അപ്പോൾ പർച്ചേസിനും മറ്റുമൊക്കെ അത് സഹായിക്കും. ഡിഫൻസ് പർച്ചേസിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ സഹായിക്കും. സ്വാസ്ഥ്യ പോർട്ടൽ. എന്താണ് സ്വാസ്ഥ്യ? ഇതാരെ ഇറക്കിയതാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്. ആരാണ്? മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ഫോർ നോളജ് മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. കേട്ടോ, ഇത് ട്രൈബൽ അഫയേഴ്സ് ആണ്. നോളജ് മാനേജ്മെന്റ്, ട്രഡീഷണൽ നോളജ്, അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. നാഷണൽ ഹെൽത്ത് അതോറിറ്റി. നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ പ്രത്യേകത എന്താണ്? പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഇവരാണ് റെസ്പോൺസിബിൾ. നാഷണൽ ഹെൽത്ത് അതോറിറ്റി എന്ന് പറയുന്നത് നാഷണൽ ഹെൽത്ത് ഏജൻസിയുടെ സക്സസറാണ്. NHI is governed by a governing board chaired by Union Minister for Health and Family Welfare. അടുത്ത ആയുർ രക്ഷ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, ആയുഷിന്റെ കീഴിൽ വരുന്നു. ആയുഷിൽ ഏതൊക്കെയാ ഉള്ളത്? ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, പിന്നെ ഏതുണ്ട്? ഒരെണ്ണോടെ ഉണ്ട്, ഉണ്ടോ? യോഗ നാച്ചുറോപ്പതി ഉണ്ട്. പിന്നെ ടിബറ്റിലെ എന്താണ്? ടിബറ്റൻ അതുകൂടെ ഉണ്ട്. അത് മിക്കവാറും ആയുഷ് എന്നുള്ള ഡെഫിനിഷനിൽ അറിയില്ല, അപ്പൊ ചിലര് എഴുതില്ല, അത് ശ്രദ്ധിച്ചോ. ആയുഷ് ആൻഡ് ഡൽഹി പോലീസ് ഹാവ് ജോയിന്റ്ലി ലോഞ്ച്ഡ് ആയുർ രക്ഷ ഫോർ പോലീസ് പേഴ്സൺ. അപ്പൊ ആയുർവേദ മെഡിസിൻസ് ഡൽഹി പോലീസിലെ ആളുകൾക്ക് കൊടുക്കും, ഫ്രീ ആയിട്ട് കൊടുക്കും. Mysore Zoo receives 3 African hunting cheetahs from South Africa. Anna Van Dyke Cheetah Center എന്നാണ് കിട്ടിയത്. സെക്കൻഡ് സൂ ഹൗസ് ആണ് ഹണ്ടിങ് ചീറ്റ ഇൻ ഇന്ത്യ. ഹൈദരാബാദ് സൂവിലും ഇവയുണ്ട്. ചീറ്റയുടെ പ്രത്യേകത എന്താ? ചീറ്റയുടെ സയന്റിഫിക് നെയിം അസിനെക്സ് ജുബാറ്റസ് എന്നാണ്. ബിഗ് ക്യാറ്റ്സിലെ ഓൾഡസ്റ്റ് സ്പീഷീസ് ആണ്. 1 മില്യൺ ഇയേഴ്സ് വരെ അതിന്റെ ഉത്ഭവം നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. 5 മില്യൺ ഇയേഴ്സ്. ഫാസ്റ്റസ്റ്റ് ലാൻഡ് ആനിമൽ ആണ്. വൾണറബിൾ ലിസ്റ്റിലാണ്. വൾണറബിൾ. ഇന്ത്യയിൽ 1952 ഇത് എക്സ്റ്റിന്റ് ആയി, വംശനാശം സംഭവിച്ചു. അപ്പൊ പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത്. ഏഷ്യാറ്റിക് ചീറ്റ ഈസ് ക്ലാസിഫൈഡ് ആസ് ക്രിട്ടിക്കലി എൻവയോൺമെന്റ് ക്ലാസ്സിൽ സാർ പറഞ്ഞായിരുന്നു ഇന്ത്യയുടെ സെയിം ഇറാനിലുണ്ട്. 40-40 എണ്ണം ഉണ്ട്, പക്ഷെ ഇറാൻ കൊടുത്തില്ല, പിന്നെയാണ് ഇവിടുന്ന് കൊണ്ടുവരുന്നത്. അത് ശരി. ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട്. നമ്മൾ എൻവയോൺമെന്റ് അടുത്ത ആഴ്ചത്തെ സെഷനും ഫിലിമിന് ഫോക്കസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും വരുന്നത്, കേട്ടോ. ഈ ചിലരുടെ ധാരണ പ്രിലിമിന് കറണ്ട് മാത്രം, കറണ്ടും സ്റ്റാറ്റിക്കും എല്ലാം വരണം, കേട്ടോ. 2 പാരലേ കൊണ്ടുപോകണം. അടുത്ത് എന്താണല്ലോ എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയിൽ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ പറ്റും. നമ്മൾ ആദ്യം ടോപ്പിക് വൈസ് എടുത്തു, പിന്നെ ഇപ്പം മന്ത് വൈസ് കൂടെ എടുക്കുമ്പോൾ അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റും. നിഞ്ച UAVs, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസിനെയാണ് UAV എന്ന് പറയുന്നത്. ഡ്രോൺസ് ഒക്കെ ഉണ്ടല്ലോ, സെക്യൂരിറ്റിക്ക് വേണ്ടി അവരിത് ഉപയോഗിക്കുകയാണ്, റെയിൽവേ. അപ്പം അതിന് ഏതാണ്ട് 10 RPF പേഴ്സണൽ ആവശ്യമായിട്ട് വരും. അഡ്വക്കേറ്റ്സ് അപ്പോയിന്റഡ് ആസ് ഹൈക്കോടതി ജഡ്ജസ്. ഈ നിങ്ങൾ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് വായിച്ചു പോകുന്നു, പക്ഷെ നിങ്ങൾ എത്ര പേര് നോട്ട് തയ്യാറാക്കും? ഇപ്പൊ അഡ്വക്കേറ്റ്സ് അപ്പോയിന്റഡ് ആസ് ഹൈക്കോടതി ജഡ്ജസ്, ഇത് കറണ്ട് ടോപ്പിക് ആണോ അതോ സ്റ്റാറ്റിക് ഏരിയയിൽ നിന്നാണോ ചോദ്യം വരാൻ സാധ്യതയുള്ളത്? എങ്ങനെ വരും?
അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പാരലി ആ സ്റ്റാറ്റിക് ഏരിയയിൽ നിങ്ങൾ ബൈ ഡീഫോൾട്ട് പഠിച്ചു പോകാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റാറ്റിക് പോർഷന്റെ ഒരു വലിയ ശതമാനവും കവർ ചെയ്യപ്പെട്ടു പോവോ? ചോദ്യം വരാനുള്ള സാധ്യത അവിടുന്ന് വരാനുള്ള സാധ്യത ഉള്ളത്. അല്ലാതെ നിങ്ങൾ മുഴുവൻ ടെക്സ്റ്റ് പഠിച്ചിട്ട് ചോദ്യം വരണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഏരിയാസ് ചോദ്യം വരാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. UPSC എങ്ങനെയാ ചോദ്യം ഇടുന്നതെന്നൊന്നും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും പറഞ്ഞു തരാൻ പറ്റത്തില്ല. പക്ഷെ പ്രോബബിലിറ്റി കൂടുവോ കുറയുവോ എന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റില്ലേ? അപ്പൊ ഈ രീതിയിൽ വരുമ്പോ ഇതിപ്പോ നോക്കൂ, ഹൈക്കോടതി ജഡ്ജി അല്ലെ ഹൈക്കോടതി ജഡ്ജിയുടെ അപ്പോയിന്റ്മെന്റ് ആണ് വാർത്ത. അപ്പൊ അവിടെ കുറെ പേരെ ജഡ്ജിയായിട്ട് നിയമിച്ചു എന്നുള്ളത് UPSC ഒരിക്കലും ചോദ്യമായിട്ട് ചോദിക്കത്തില്ല. അവര് ചോദിക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, അവരുടെ പേരും ചോദിക്കത്തില്ല. അതൊക്കെ PSCയുടെ ഒരു രീതിയാണ്. ഇവിടെ ചോദിക്കുന്നത് എന്തായിരിക്കും ചോദിക്കുന്നത്? ഇവര് പറയുന്നത് എന്താണ്? ഇവര് പറയുന്നത് എങ്ങനെയാണ് ഹൈക്കോടതി ജഡ്ജിയെ തെരഞ്ഞെടുക്കുന്നത്, ഏത് ആർട്ടിക്കിളാണ് ഇതിനെ കുറിച്ച് പറയുന്നത്, ആർട്ടിക്കിൾ 270. പിന്നെ അതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ്? 10 years ജുഡീഷ്യൽ ഓഫീസിൽ ഉണ്ടാവണം. പിന്നെ or has at least 10 years been advocate of High Court or 2 or more such courts in succession. അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ്? on approval of the Supreme Court Collegium. Supreme Court Collegium ആണ് അപ്രൂവൽ കൊടുക്കേണ്ടത്. The names of the proposed candidates will be sent to Ministry of Law and Justice. ഈ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിന് പകരം ചിലപ്പോൾ അവിടെ കൊടുക്കുന്ന കീവേഡ് എക്സിക്യൂട്ടീവ് എന്നായിരിക്കും. എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ ഭരിക്കുന്നവര് അല്ലെ, മിനിസ്ട്രി തന്നെ. വിച്ച് വിൽ സെൻഡ് ദ നെയിംസ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് എന്ത് ചെയ്യണം? പ്രസിഡന്റ് അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കണം. പ്രസിഡന്റ് എന്ത് ചെയ്യും? അണ്ടർ ഹിസ് സൈൻ ആൻഡ് സീൽ വുഡ് ഇഷ്യൂ ദ വാറന്റ് ഓഫ് അപ്പോയിന്റ്മെന്റ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സ്റ്റാറ്റിക് ഏരിയയിൽ നിങ്ങൾ നോട്ട് തയ്യാറാക്കേണ്ടത് ഹൈക്കോടതി ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റ്, സുപ്രീം കോടതി ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റ്. ഇനി ഒരു പോയിന്റ് കൂടെ വരും. സപ്പോസ് പ്രസിഡന്റിന് വേണം ഇത് എന്ത് ചെയ്യാം? ഇത് എക്സിക്യൂട്ടീവിന് റീകൺസിഡറേഷൻ തിരിച്ചയക്കും. എക്സിക്യൂട്ടീവ് വീണ്ടും തിരിച്ചയച്ചാൽ എന്ത് സംഭവിക്കും? പ്രസിഡന്റ് അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ? അത്രയും ആ ഒരു ക്ലാരിറ്റി ഇത്രയും സ്റ്റാറ്റിക് ഏരിയയിലേക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ ഒരു രീതി മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള ഒരു മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് എല്ലാ ദിവസവും നിങ്ങൾ മസ്റ്റായിട്ടും ഇത് എഴുതണം, എഴുതി പോകണം എന്നുള്ളത് പറയുന്നത്. മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ has announced that government jobs in the state would now be reserved for its youth only. Necessary legal provisions will be introduced shortly. State citizens ന് മാത്രം ഗവൺമെന്റ് ജോബ് മധ്യപ്രദേശ് വരും. Cabinet approves proposal for leasing out 3 airports, ജയ്പൂർ, ഗുവാഹത്തി, തിരുവനന്തപുരം. ആ എയർപോർട്ട് എന്താ ചെയ്യുക? അത് ലീസിന് കൊടുക്കുകയാണ്. PPP മോഡൽ. എന്താണ് ഈ PPP മോഡൽ? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. അതില് ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ ഒത്തിരി പൈസ വേണ്ട ഒരു ഏർപ്പാടാണ്. സ്വകാര്യ മേഖല ഫണ്ട് ചെയ്യും. അവർക്ക് ഇത്ര സ്റ്റേക്ക് കൊടുത്താൽ മതി, മുഴുവൊന്നും വേണ്ട, ഒരു 40% കൊടുത്താൽ, ബാക്കി 60% ഗവൺമെന്റ് കയ്യിലായിരിക്കും. അവരത് മാനേജ് ചെയ്തോളും. അപ്പൊ അതാണ് PPP എന്നുള്ളത് മനസ്സിലാക്കുക. ഹമാസ് വാർത്തയിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ ഇസ്രായേൽ സംഘർഷം അല്ലെ? ഹമാസ് പാലസ്തീനിയൻ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് മിലിറ്റന്റ് ഗ്രൂപ്പാണ്. 1987 ഫൗണ്ട് ചെയ്തത്. ഇസ്രായേലിനെതിരെ അവര് വേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂയിസൈഡ് ബോംബിങ്സും റോക്കറ്റ് അറ്റാക്സും ആണ് കൂടുതൽ നടക്കുന്നത്. അവരെന്താ ആവശ്യപ്പെടുന്നത്? ഇറ്റ് സീക്സ് ടു റീപ്ലേസ് ഇസ്രായേൽ വിത്ത് എ പലസ്തീനിയൻ സ്റ്റേറ്റ്. ഇറ്റ് ഓൾസോ ഗവേൺസ് ഗാസ ഇൻഡിപെൻഡന്റ്ലി ഓഫ് ദ പലസ്തീനിയൻ അതോറിറ്റി. ഗാസ, നിങ്ങളെ മാപ്പ് കണ്ടിട്ടുണ്ടോ? ഗാസ സെപ്പറേറ്റ് അല്ലേ? ഗാസ സ്ട്രിപ്പ് ആണോ? പാലസ്തീൻ ഒരു സൈഡില്, ഇസ്രായേൽ, ഗാസ. ആ മാപ്പ് ഒന്ന് എടുത്തു നോക്കിയാണ്. അപ്പൊ ഹമാസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ചിലപ്പോൾ ചോദ്യം വരാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇത്ര സിമ്പിളൊക്കെ UPSC ചോദിക്കുവോ? ബോക്കോ ഹറാം സിമ്പിൾ ആണ്. ബോക്കോ ഹറാം അന്ന് നൈജീരിയയില് പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയില്ലേ 200 പേര്? ആ വർഷം UPSC ചോദ്യം ചോദിച്ചിരുന്നു ബോക്കോ ഹറാം. അപ്പൊ വരാം, ചോദ്യങ്ങൾ വരാം. Millennium Alliance Round 6 and COVID-19 Innovation Challenge Award ceremony was recently held.
49 innovations in 5 focus areas were recognized. മില്ലേനിയം അലയൻസിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇന്നോവേഷൻ ഡ്രിവൺ ഇമ്പാക്ട് ഫോക്കസ്ഡ് ഇനീഷ്യേറ്റീവ് ആണ്. എ കൺസോർഷ്യം ഓഫ് പാർട്ട്നേഴ്സ്, അതിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഉണ്ട്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഉണ്ട്, UK ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. ഇവരൊക്കെയാണ് ഇതിൽ വരുന്നത്. അടുത്ത് നമത് ബസായ്. നമത് ബസായ് കേട്ടിട്ടുണ്ടോ? കേരളത്തിന്റെ പ്രോഗ്രാം എത്ര പേര് കേട്ടിട്ടുണ്ട്? നമ്മൾ ചിലപ്പോ അറിയില്ല, നമ്മൾ വിചാരിക്കും നമത് ബസായ് എന്നൊക്കെ കേൾക്കുമ്പോ ഏതായാലും നോർത്ത് ഇന്ത്യൻ പ്രോഗ്രാം ആണെന്ന് വിചാരിക്കും. ഹലോ ഹലോ കേട്ടിട്ടുണ്ടോ? സർ ഒന്ന് ലീവ് ചെയ്യാണ്, മെന്റർ മീറ്റിംഗ് ഉണ്ട്. ആയിക്കോട്ടെ. കേരള ഗവൺമെന്റിന്റെ യുണീക് പ്രോഗ്രാം ആണ് ട്രൈബൽ ചിൽഡ്രന് അവരുടെ മദർ ടങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം. കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രത്തിൽ ഇത് ഉണ്ടായിരുന്നു. ഇത് സമഗ്ര ശിക്ഷ അഭിയാന്റെ കീഴിലാണ് വരുന്നത്. 50 ലാപ്ടോപ്പ് ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തു. യൂട്യൂബ് ചാനലും തുടങ്ങി. അപ്പം ഇത് ഇപ്പൊ ഈ കേരളത്തിലൊക്കെ ഒരുപാട് ട്രൈബൽ ലാംഗ്വേജസ് ഉണ്ട്. സർ അതെന്താന്നറിയോ, ഇടമലക്കുടിയിലെ 2 അധ്യാപകര് ടെക്സ്റ്റ് തയ്യാറാക്കിയത് ന്യൂസ്. ഒന്ന് മറ്റേ കവിയല്ലേ, എന്നാ മറയൂര്, അശോകൻ മറയൂരോ? അത് അല്ല, പുള്ളി കവിത എഴുതിയത് ആ ലാംഗ്വേജ്. അതല്ല, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിട്ട് പുസ്തകം തയ്യാറാക്കി, ഈ ലാംഗ്വേജ് തയ്യാറാക്കി, ഇവരുടെ മന്നാൻ മുതുവാൻ ലാംഗ്വേജിലൊക്കെ തയ്യാറാക്കി അല്ലെ? അന്നേരം അതിൽ ഇത് പറയുന്നുണ്ട്. അത് നല്ല സ്കീമാണ്, നല്ല കാര്യം. അവരുടെ ലാംഗ്വേജ് പഠിപ്പിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അവരെ പുതിയൊരു ലാംഗ്വേജ് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു പീരീഡ് വരെ. അത് കഴിയുമ്പോൾ അവര് നോർമൽ ലാംഗ്വേജ് അവർക്ക് അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമത് ബസായ് പേര് ഓർത്തിരിക്കുക. ട്രൈഫുഡ് പ്രൊജക്ട് മഹാരാഷ്ട്രയിലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ട്രൈഫെഡ് ആണ്. ഈ ട്രൈഫെഡ് എന്ന് വെച്ചാൽ എന്താണ്? മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ഇൻ അസോസിയേഷൻ വിത്ത് മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ്. ഒരു ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാല്യൂ അഡീഷൻ ഓഫ് ദ MFPs ministry collected by the tribal forest gatherers. ഈ വനവിഭവങ്ങൾ ശേഖരിക്കുന്നത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. കരിയെ മ്യൂസിയം, 50ാമത്തെ ടോപ്പിക്ക് നമ്മൾ എത്തി. കരിയെ മ്യൂസിയം ഇത് ടർക്കിയിലാണ് ഉള്ളത്. 534 AD ബൈസന്റൻ പീരീഡ് ആണ്. ബൈസന്റൻ എംപയർ, റോമൻ, ബൈസന്റൻ, ഓട്ടോമൻ, മോഡേൺ ഗ്രീക്ക്, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി പോകുന്നത്. ഈ ബൈസന്റൻ പീരീഡിൽ ഉള്ള ഒരു മ്യൂസിയമാണ്. അപ്പൊ എന്താ പറഞ്ഞത്, റീസെന്റ് കരിയെ മ്യൂസിയം അത് വാർത്തകളിൽ നിറഞ്ഞു. Turkish president has issued a decree to open this Orthodox church that was previously a popular Istanbul museum to Muslim worship upon a court order. അപ്പൊ തുർക്കിയുടെ പ്രസിഡന്റ് പറഞ്ഞു ഇതൊരു പഴയ ഓർത്തഡോക്സ് ചർച്ചായിരുന്നു, ഇവർ അധികാരത്തിൽ വന്നപ്പോൾ അതൊരു മ്യൂസിയം ആക്കി മാറ്റി, അത് വീണ്ടും മുസ്ലിം പള്ളിയാക്കി മാറ്റണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പേരെന്തായിരുന്നു എന്റെ പള്ളിയുടെ പേര്? വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഹാഗിയ സോഫിയ. ഹാഗിയ സോഫിയ, അത്. അപ്പൊ ഡിസിഷൻ ടു ട്രാൻസ്ഫോം ദ കരിയെ മ്യൂസിയം ഇൻടു എ മോസ്ക് came just a month after similar conversion of the UNESCO's World Heritage. ഇതല്ല, ഇത് അതുപോലെ സിമിലർ ആണ്. കൺവേർഷൻ ഓഫ് ദ യുനെസ്കോസ് വേൾഡ് ഹെറിറ്റേജ് റെക്കഗ്നൈസ്ഡ് ഹാഗിയ സോഫിയ. അതെ. അപ്പൊ 1 മാസത്തിന് ശേഷമാണ് ഈ കരിയയും മാറുന്നത്. ഹാഗിയ സോഫിയ മാറിയതുപോലെ തന്നെ ആ കാലഘട്ടത്തില് ഈ അവിടെയുള്ള അത്തരം നാടുകളിൽ ഇങ്ങനത്തെ കാഴ്ചകൾ സ്ഥിരമാണ് കേട്ടോ. അവിടെ ബൈസന്റൻ കാലഘട്ടത്തിൽ, റോമൻ കാലഘട്ടത്തിൽ റോമൻ ടെമ്പിൾ ആയിരിക്കും, പിന്നീട് ചിലപ്പോൾ കാത്തലിക് പള്ളിയാവും, പിന്നീട് ഓട്ടോമൻ തുർക്സിന്റെ കാലഘട്ടത്തിൽ മോസ്ക് ആവും, വീണ്ടും ആളുകൾ അധികാരം പിടിച്ചെടുക്കുമ്പോൾ
വീണ്ടും റീകൺവേർട്ട് ചെയ്ത് ചർച്ച ആവും. അങ്ങനെയൊക്കെയുള്ള രീതികൾ അവിടെയൊക്കെ ഉണ്ട്, കോമൺ. ഹരിപത്ത് ആപ്പ്, ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു ആപ്പാണ്. പ്ലാന്റേഷൻ നാഷണൽ ഹൈവേയിലെ ഹരിപത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് മെയിൻ പോയിന്റ് ഓഫ് വ്യൂ കൊണ്ടുവരാവുന്ന ഒരു എക്സാമ്പിൾ ആണ്. ആപ്പ് വിൽ മോണിറ്റർ ലൊക്കേഷൻ, ഗ്രോത്ത്, സ്പീഷീസ് ഡീറ്റെയിൽസ്, മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് എല്ലാം നാഷണൽ ഹൈവേയിൽ മോണിറ്റർ ചെയ്യും. ഹരിതഭംഗി മോണിറ്റർ ചെയ്യും. അടുത്ത എക്സ്പാൻഷൻ ഓഫ് NCC. From 173 coastal and border districts, 1 lakh cadets, a third of them girls, will be trained. NCC ക്ക് എന്തിനാ, ഇതിന്റെ ഗുണം എന്താണ്? NCC യുടെ ഒക്കെ ഗുണം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും, പിന്നെ വേറെ ഡിസിപ്ലിൻ ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ നമുക്കൊരു ദേശസ്നേഹം വളരും. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ കോസ്റ്റൽ ഏരിയയിലൊക്കെ ആളുകളില് ദേശസ്നേഹം വളർത്തുക എന്നുള്ളൊരു സംഗതി അതിനകത്ത് വരുന്നുണ്ട്. ആർമി വിൽ പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് ടു the NCC units located in the border areas, Navy to units in the coastal areas, and Air Force to the units close to Air Force stations. It will provide trained manpower for disaster management and skill training to youth for making their career in the armed forces. Ipo NCC C certificate ഒക്കെ ഉള്ളവർക്ക് നേരിട്ട് അപ്പോയിന്റ്മെന്റ് ഒക്കെ ഇല്ലേ? ഈ തവണ ഈ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഡിഗ്രിയുടെ മാർക്ക് വെച്ചിട്ടാണ് അവർ വിളിച്ചിട്ടുള്ളത്. ഈവൻ റൈറ്റിംഗ് ഇല്ലായിരുന്നു എന്നാണ്. അതായത് നിങ്ങൾ അപേക്ഷിച്ചവർക്കൊക്കെ ഇന്റർവ്യൂവിനെ വിളിച്ചിട്ടുള്ളൂ ഡയറക്റ്റ്, ഡിഗ്രിയുടെ മാർക്ക് വെച്ച്. കോവിഡ് ആയ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഇല്ലേ മിലിറ്ററിയിൽ, അതിലേക്കൊക്കെ അപ്ലൈ ചെയ്തവർക്ക് അങ്ങനെ കിട്ടിയെന്ന് പറയുക. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാർലമെന്റേറിയൻസ് ഓൺ പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IAPPD, ഇത് NGO ആണ്. 78 വന്നതാണ്. പോപ്പുലേഷൻ ഗ്രോത്ത്, അതിന്റെ പേസ് മോഡറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. നവാക്കായ് ജുഹാർ, എന്താണ് ഈ നവാക്കായ് ജുഹാർ? ഇത് എവിടത്തെയാണ്? ഇത് കോമൺ ആയിട്ടുള്ളത് ഒറീസയിലും ഛത്തീസ്ഗഡിലുമാണ്. ഇതൊരു ന്യൂ ക്രോപ്പ് സീസണിലാണ് ചെയ്യുന്നത്. ഖായ് മീൻസ് ഈറ്റ്, നുവ മീൻസ് ന്യൂ. അഗ്രികൾച്ചറൽ ഫെസ്റ്റിവലാണ്. പ്രത്യേകിച്ചും കറണ്ട് റിലേറ്റഡ് പത്രങ്ങളിൽ വന്നിട്ടുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ ഒന്ന് നോക്കിപ്പോവുക. ഇങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നോക്കിപ്പോവുക. ഗോഡസ് സമലേശ്വരിനെയാണ്, മദർ ഗോഡസ് ആണ്, സംബൽപൂർ ഡിസ്ട്രിക്ട്, അവരെയാണ് ആരാധിക്കുന്നത്. നാഷണൽ കൗൺസിൽ ഫോർ ട്രാൻസ്ജെൻഡേഴ്സ്, ഇത് ഈ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യും? ഇത് നിങ്ങൾക്ക് മെയിൻ എക്സാമിലും യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? അതിന്റെ കോമ്പോസിഷൻ എന്താണ്? കോമ്പോസിഷൻ മനസ്സിലാക്കുക. സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ ഉണ്ട്, സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ്, 10 സെൻട്രൽ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളുണ്ട്, 5 സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആളുകളുണ്ട്, അതുപോലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒക്കെ റൈറ്റ്സിന്, പ്രൊട്ടക്ഷൻ റൈറ്റ്സിനൊക്കെ ഇന്ന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്, ആണോ? അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി 56ാമത്തെ വാർത്ത നമ്മൾ പോവുകയാണ്. 56ാമത്തെ വാർത്ത, 56ാമത്തെ ടോപ്പിക്, 56th ടോപ്പിക്. ഫ്ലാവിനോയിഡ്സ് ആർ ഗ്രൂപ്പ് ഓഫ് ഫൈറ്റോന്യൂട്രിയൻസ് present in almost all vegetables and fruits. Along with the carotenoids, they are responsible for the varied colors of fruits and vegetables. അതൊന്ന് ശ്രദ്ധിച്ചോണം. അഗ്രികൾച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും വ്യത്യസ്ത കളർ ഉണ്ടാവാൻ കാരണമാകുന്നവയാണ്. കാർട്ടിനോയിഡ്സിനൊപ്പം ഫ്ലാവിനോയിഡ്സ്. They are associated with health benefits, being good antioxidants, having anti-inflammatory properties, and also offer benefits for the immune system. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനും ബെനിഫിറ്റ്സ് നൽകുന്നുണ്ട്. റീസെന്റ് അഗാർക്കർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്
ARI അവരെന്ത് ചെയ്തു? ഒരു സിന്തറ്റിക് റൂട്ട് ഫൗണ്ട് ചെയ്തു, പ്രൊഡ്യൂസിങ് ഫ്ലാവിനോയിഡ്സ് മോളിക്യൂൾസ് റിലേറ്റഡ് ടു ട്രീറ്റ്മെന്റ് ഓഫ് ട്യൂബർകുലോസിസ് ആൻഡ് ചിക്കൻഗുനിയ. ചിക്കൻഗുനിയയ്ക്കും ട്യൂബർകുലോസിസിനുമുള്ള ഒരു ഫ്ലാവിനോയിഡ് മോളിക്യൂൾസ് വെച്ച് അതിനുള്ള സിന്തറ്റിക് റൂട്ട് ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫ്ലാവിനോയിഡ്സും എന്ന് പറയുന്നത് ഫൈറ്റോ ന്യൂട്രിയൻസ് ആണ്. ഇത് വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഉണ്ട്. കാർട്ടനോയിഡ്സിനൊപ്പം വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും പലതിനും പല നിറമാണ്. മഞ്ഞ നിറവും പച്ച നിറവും ചുവപ്പ് നിറവും ഒക്കെ ഉള്ളതുണ്ട്. ഇതിന് കാരണം ഇതാണെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ പ്രൊജക്റ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർസ് അതെങ്ങനെയാ വരുന്നത്? കോറിഡോർ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. വെസ്റ്റേൺ കോറിഡോർ വരുന്നുണ്ട്, ഈസ്റ്റേൺ കോറിഡോർ വരുന്നുണ്ട്. അതിൽ നിങ്ങൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഫേസ് 1504 കിലോമീറ്ററാണ്. ഈസ്റ്റേൺ 1856 കിലോമീറ്ററാണ്. 3360 റൂട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. റിവർ റോപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലുത് അത് എവിടെയാണ് വന്നത്? ഗുവാഹത്തിയിലാണ് വന്നിരിക്കുന്നത്. ബ്രഹ്മപുത്ര നദിയുടെ 2 കരകളെ തമ്മിൽ ബന്ധിപ്പിക്കും. ഇതിന് ഏതാണ്ട് 1.8 കിലോമീറ്റർ നീളമുണ്ട്. 59ാമത്തെ ടോപ്പിക്ക്. നമ്മൾ പലപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ ട്രൈബ്സിനെ കുറിച്ചും ചിലപ്പോൾ പഠിച്ചെന്ന് വരും. പക്ഷെ കൂടുതലും ചോദ്യം വരാൻ സാധ്യതയുള്ള കറന്റ് റിലേറ്റഡ് ട്രൈബ്സ് ആണ്. ഇപ്പൊ ബോണ്ട എന്ന് പറയുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ഒറീസയിലെ മൽഖാങ്കിരി ഡിസ്ട്രിക്റ്റിലുള്ള. അത് PVTGയിൽ വരുന്ന പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ PVTG. 7000-ഓളമാണ് അവരുടെ ടോട്ടൽ പോപ്പുലേഷൻ വരുന്നത്. ബോണ്ട പീപ്പിൾ ആർ ഓഫൺ ലെഡ് ടു ബോണ്ടഡ് ലേബർ ത്രൂ മാരേജ്, ഓൾസോ നോൺ ആസ് ഡയോസിങ്. മാരേജ് വഴിയുള്ള ബോണ്ടഡ് ലേബർ ആരുടെ ഇടയിലുണ്ട്? ബോണ്ട കമ്മ്യൂണിറ്റിയുടെ ഇടയിലുണ്ട്. ഇപ്പൊ നിങ്ങൾ വിമൻസ് എംപവർമെന്റുമായിട്ടൊക്കെയുള്ള ആർട്ടിക്കിളില് മെയിൻ പോയിന്റ് ഓഫ് വ്യൂവില് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ഗീനിങ് എന്നറിയപ്പെടുന്ന കാശ് കൊടുത്ത് സ്ത്രീകളെ വാങ്ങുക, അവരെ ബോണ്ടഡ് ലേബറിലും വിനിയോഗിക്കുക. 60 അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി. അത് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് ആക്ട് പ്രകാരം വന്നതാണ്. പ്രോസസ്ഡ് ഫുഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ. അപ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിന്റെ കീഴിലാണ് വരുന്നത്. ഇമ്പോർട്ട് ഓഫ് ഷുഗർ ഇവരാണ് കൺട്രോൾ ചെയ്യുന്നത്. ഹണി മിഷൻ, ഖാദി വില്ലേജ് ആൻഡ് ഇൻഡസ്ട്രി കമ്മീഷൻ അവരുടെ ഒരു മിഷനാണ്. എംപ്ലോയ്മെന്റ്, ആദിവാസീസ്, ഫാർമേഴ്സ്, അൺഎംപ്ലോയിഡ് യൂത്ത്, വിമൻ, ഇവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ICICI to use satellites for farm credit. സാറ്റലൈറ്റ് ഡാറ്റ ഇമേജറി യൂസ് ചെയ്തിട്ട് അവർ ഫാം ക്രെഡിറ്റ് കൊടുക്കുക. അപ്പൊ എന്താ ഇതുകൊണ്ടുള്ള ഗുണം എന്താ? കൃഷി ഉണ്ടോ ഇല്ലയോ ഇതൊക്കെ അറിയാൻ പറ്റും അല്ലേ? ഫാം ക്രെഡിറ്റ്. പിന്നെ പലപ്പോഴും അവിടെ പോവേണ്ട കാര്യം വരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ വരുന്നുണ്ട്. ടെക്നോളജി ഇവൻ ലോൺ കൊടുക്കാൻ വേണ്ടി പോലും ഉപയോഗിക്കും. INS വിരാട് ബ്രിട്ടീഷ് നേവിയിലാണ് ഒറിജിനലി കമ്മീഷൻ ചെയ്തിരുന്നത്. എയർക്രാഫ്റ്റ് കരിയർ ആയിരുന്നു. ഫാക്ലാൻഡ് ഐലൻഡ് വാറിലൊക്കെ പങ്കെടുത്തത്. ഇന്ത്യ അത് 86 കൊണ്ടുവന്നു. എന്നിട്ട് INS വിരാട് എന്ന് മാറ്റി. ലോങ്സ്റ്റ് സെർവിങ് വാർഷിപ്പ് ഓഫ് ദ വേൾഡ് എന്നുള്ള ഒരു പേരുണ്ട്. വൺ ഓഫ് ദ ബിഗസ്റ്റ് ഷിപ്പ് റീസൈക്ലേഴ്സ് അറ്റ് അലാങ്, ശ്രീറാം ഗ്രൂപ്പ് ഹാസ് പർച്ചേസ്ഡ് ദ എയർക്രാഫ്റ്റ് കാരിയർ. അവരെന്നിട്ട് എന്ത് ചെയ്യും? അതിനകത്തൊക്കെ അല്ലേ? ഉരുക്കൊക്കെ അവർ പല പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇന്ത്യയിലേക്ക് ദിസ് ഇസ് ദ സെക്കൻഡ് എയർക്രാഫ്റ്റ് കാരിയർ ടു ബി ബ്രോക്കൺ ഇൻ ഇന്ത്യ ഇൻ ദ പാസ്റ്റ് 6 years. INS വിക്രാന്ത് ആണ് നേരത്തെ ഇങ്ങനെ ചെയ്തത്. ഒരു ബൈക്ക് ഉണ്ടാക്കിയില്ല അത് വെച്ചിട്ടൊരു ബൈക്ക് ആണോ? ബ്ലാക്കും ആണോ? ഓക്കെ. അതിൽ നിന്നുള്ള ഉരുക്ക് യൂസ് ചെയ്തിട്ട്. അതെ. ഓക്കെ.
പമ്പ റിവർ, പമ്പായും പെരിയാറും ഭാരതപ്പുഴയൊക്കെ UPSC ചോദിക്കാം, നമുക്കായതുകൊണ്ട് അറിയാതിരിക്കാം അല്ലേ. ശബരിമല ടെമ്പിൾ എവിടെയാണ്? പമ്പ റിവറിന്റെ അടുത്താണ്. അത് ദക്ഷിൺ ഭാഗീരഥി ആൻഡ് റിവർ ബാരിസ് എന്നും അറിയപ്പെടുന്നുണ്ട്. പുലികളി എവിടെ ഉള്ളതാണ്? ഏത് സ്റ്റേറ്റിലെയാണ്? ഇങ്ങനെയൊക്കെ വന്നാൽ എളുപ്പമാണ്. ചിലപ്പോൾ ഒരു ചോദ്യം അങ്ങനെ കിട്ടും അല്ലേ. ഇത് വേറെ സ്റ്റേറ്റിലുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് എളുപ്പമായിരിക്കും. ഒറിജിൻ ഓഫ് പുലികളി 200 വർഷം പഴക്കമുണ്ട്. മഹാരാജ രാമവർമ്മ ശക്തൻ തമ്പുരാൻ, അദ്ദേഹം കൊച്ചിനിലെ കിങ് ആയിരുന്നു. അദ്ദേഹമാണ് ഈ ഫോക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ഹിസ്ബുള്ള എവിടെയുള്ള ഗ്രൂപ്പാണ്? ഈ ഔട്ട്ഫിറ്റ്സും അതുള്ള സ്റ്റേറ്റും ചിലപ്പോൾ ചോദ്യമായിട്ട് വരാം. ഹിസ്ബുള്ള എവിടെയാ ഉള്ള? ലെബനോനാണ് കേട്ടോ. ഇറാനിയൻ എഫേർട്ടിന്റെ ഭാഗമായിട്ട് Lebanese Shia groups control to aggregate Lebanese Shia groups. The ongoing Iran-Israel conflict, Hezbollah acts as a proxy for Iran. ഇറാന്റെ സപ്പോർട്ടോടുകൂടി രൂപം കൊണ്ട ഒരു ഗ്രൂപ്പാണ്. ഹിസ്ബുള്ളയില് ഇസ്രയേല് എയർ അറ്റാക്സ് ലോഞ്ച് ചെയ്തു. ന്യൂ സർക്കിൾസ് ആർക്കിയോളജിക്കൽ സർവേ ലോഞ്ച് ചെയ്തു. ട്രിച്ചി, റായ്ഗഞ്ച്, രാജ്കോട്ട്, ജബൽപൂർ, ഝാൻസി, മീററ്റ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്ത ആരാണ്? അലക്സാണ്ടർ കണിംഗ്. അദ്ദേഹമായിരുന്നു അതിന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ, ഡയറക്ടർ ജനറൽ. അത് ഹിസ്റ്ററിയിൽ നിന്നുള്ള സ്റ്റാറ്റിക് പോർഷനാണ്. അപ്പൊ സ്റ്റാറ്റിക് പോർഷൻ ഒന്ന് നോക്കി പോവുക. അടുത്ത 68 വേൾഡ് ഉറുദു കോൺഫറൻസ്. നാഷണൽ കൗൺസിൽ ഫോർ പ്രൊമോഷൻ ഓഫ് ഉറുദു ലാംഗ്വേജസ്, ന്യൂഡൽഹി, അവർ ലോഞ്ച് ചെയ്തതാണ്. ഓട്ടോണമസ് ബോഡിയാണ്, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ കീഴിൽ വരുന്നതാണ്. ഉറുദു ലാംഗ്വേജിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള. അടുത്ത 69 ട്രൈബ്സ്, പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. വൾണറബിൾ ട്രൈബ്, ഇന്ത്യയിലെ വൾണറബിൾ ടൈംസ്. PVTG ലിസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകണേ. നോട്ട് ചെയ്തോ? ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നു ഒന്ന് നോട്ട് ചെയ്യണം. പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബ്സ് ഇൻ ഇന്ത്യ. അതില് ആൻഡമാനിലുള്ളത് ജാരു ഡയലക്ട് സംസാരിക്കുന്നവരുണ്ട്. 51 പേരേ ഉള്ളൂ ടോട്ടൽ. 51 പേരേ ഉള്ളൂ. അപ്പൊ ഇവരെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണോ? അല്ലേ? ആവശ്യമാണോ? ആവശ്യം. നമ്മുടെ അബ്സല്യൂട്ടിലെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്, സമർത്ഥനായ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹവും ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ഒരാളാണ്. അദ്ദേഹം ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചു, കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല, കാര്യം അദ്ദേഹം കാട്ടിലായിരുന്നു. അപ്പൊ അത്തരം ഗ്രൂപ്പുകൾ ഒത്തിരി പ്രോബ്ലംസ് നേരിടുന്നുണ്ട്, പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഗ്രേറ്റ് ആൻഡമാനീസ് ഉണ്ട്, ജാരവാസ് ഉണ്ട്, ഓങ്കസ് ഉണ്ട്, ഷോംപെൻസ് ഉണ്ട്, നോർത്ത് സെന്റിനൽസ് ഉണ്ട്. ഈ പ്രദേശത്തെ ആൻഡമാനിലെ പ്രധാനപ്പെട്ട ട്രൈബൽ ഗ്രൂപ്പുകളാണിത്, മനസ്സിലാക്കുക. 5 members of Great Andamanese tribe have tested positive for COVID-19. അത് റിസ്ക് കൂട്ടുകയോ കുറയ്ക്കുമോ? ആകെപ്പാട് 51 പേരേ ഉള്ളൂ. അതിൽ 5 പേര് കോവിഡ് വരിക എന്ന് വെച്ചാൽ അത് റിസ്കിയാണോ? അല്ലേ? റിസ്കിയാണ് അല്ലേ? പോപ്പുലേഷനെ ബാധിക്കും. ഹൈ റിസ്ക് ആണ്. കാര്യം എക്സ്റ്റെൻഡ് ആവും, ചിലപ്പോൾ പോപ്പുലേഷനിലേക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അടുത്തത് ടോഗോ ഹ്യൂമൻ ആഫ്രിക്കൻ trypanosomiasis or sleeping sicknesses, a disease caused by parasites transmitted through infected tsetse flies. അപ്പൊ ഇതെന്താന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. ഇതൊന്നത്തെ പത്രങ്ങളിലെ വാർത്തയിലുണ്ടായിരുന്നു. ടോഗോ എന്ന് പറയുന്ന കൺട്രി ഈ സ്ലീപ്പിംഗ് സിക്നെസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒഴിവാക്കി എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത ബ്രാൻ ഓൾസ്, ട്യൂട്ടോ ആൽബ എന്നാണ് അറിയപ്പെടുന്നത്. ബാൻ ഓൾസ് എന്ന് പറയുന്ന മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ലാൻഡ് ബേർഡ് സ്പീഷീസ് ആണ്. മൂങ്ങ അല്ലെ?
അന്റാർട്ടിക്ക ഒഴിച്ച് എല്ലായിടത്തും ഉണ്ട്. ഷോർട്ട് ടെയിലാണ്. വൂ വൂ എന്നുള്ളൊരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ചെയ്യത്തില്ല. ഡസ് നോട്ട് ഹാവ് വൂ ഫുഡ് ഓഫ് ഹോൾസ് ആൻഡ് അൾട്ടേഴ്സ് എ സ്ക്രീച്ചി സ്ട്രീ എന്നുള്ള ഒരു സൗണ്ടാണ് വരുന്നത്. ലീസ്റ്റ് കൺസേൺ ആണ് IUCN. ഈ ലക്ഷദ്വീപ് ഐലൻഡ്സ് അവർ കവരത്തി ഐലൻഡില് ഇവയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പൈലറ്റ് പ്രൊജക്ട് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തത് 72 അസോസിയേഷൻ ഓഫ് റിന്യൂവബിൾ എനർജി ഏജൻസീസ് ഓഫ് സ്റ്റേറ്റ്സ് ഏരിയാസ്. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ കീഴിൽ വരുന്നതാണ്. യൂണിയൻ മിനിസ്റ്റർ ആണ് പേട്രൺ. നൂർ ഇനയാത്ത് ഖാൻ. ആരായിരുന്നു നൂർ ഇനയാത്ത് ഖാൻ? ബ്രിട്ടന്റെ വേൾഡ് വാർ 2 സ്പൈ ആയിരുന്നു നൂർ ഇനയാത്ത് ഖാൻ എന്ന് പറയുന്നത്. ഷീ ബിക്കെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ ഒറിജിൻ വുമൺ ടു ബി ഹോണേഡ് വിത്ത് എ മെമ്മോറിയൽ ബ്ലൂ പ്ലാക്ക് ഇൻ സെൻട്രൽ ലണ്ടൻ റീസെന്റ്. സർ, കാൾ ഫോർ സ്പൈ എന്ന് പറഞ്ഞ ഫിലിം ഇവരെ കുറിച്ചിട്ടാണ്. അത് ശരി. ഏതാ സിനിമയുടെ പേരെന്താ? കോൾ ഫോർ സ്പൈ, അങ്ങനെയാന്ന് തോന്നുന്നു സിനിമയുടെ പേര്. ശരി, ഓക്കെ ഓക്കെ. Okay. While Khan is the first woman of Indian origin to be honored with a blue plaque, it has been erected on houses and venues associated with several Indian men, including Mahatma Gandhi, Rajaram Mohan Roy, B.R. Ambedkar. What is Blue Plaque Scheme? It is run by English Heritage Charity. It honors notable people and organizations connected with particular buildings across London. എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ ബ്ലൂ പ്ലാക്ക് സ്കീം എന്താണ്? നാഷണൽ സ്പോർട്സ് അവാർഡ്സ് പ്രസിഡന്റ് കോവിന്ദ് 74 പേർക്ക് കൊടുത്തു. ഒന്ന് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്. അതിന്റെ പേര് ഇത്തവണ മാറ്റി, അല്ലെ? അപ്പൊ അതിന്റെ ഹയസ്റ്റ് ലെവൽ ഏതാണ്? അത് പ്രേംചന്ദ് അവാർഡ് ആക്കി. അതാണ് ഏറ്റവും ഹയസ്റ്റ്. പിന്നെ അർജുന അവാർഡ്, ദ്രോണാചാര്യ അവാർഡ്, ധ്യാൻചന്ദ് അവാർഡ്, രാഷ്ട്രീയ ഖേൽ രത്ന പ്രോത്സാഹൻ പുരസ്കാർ, മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി, ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ അവാർഡ്. ഇത്രയാണുള്ളത്. അടുത്ത 75ാമത്തെ ടോപ്പിക് 10 മിനിറ്റും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാം. എല്ലാ ദിവസവും നമുക്ക് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഫുൾ ഈ 10 മാസത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓഗസ്റ്റ് ടു ഓഗസ്റ്റ് ഒരു വർഷത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. NPPA was set up as an independent regulator on 29th August 1997 for pricing of drugs and to ensure availability and accessibility of medicines at affordable prices. Regulator is an attached office of the Department of Pharmaceuticals, Ministry of Chemicals and Fertilizers. Functions of NPPA include fixation and revision of prices of scheduled drugs under drug orders issued from time to time, as well as monitoring and enforcement of prices and ensuring availability and accessibility of medicines. മരുന്നുകളുടെ ലഭ്യതയും പ്രൈസിങ്ങും കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റിയാണ് NPPA. അർമാഗഡോൺ എന്ന് വെച്ചാൽ എന്താണ്? ചെസ്സിൽ ഉള്ള ഒരു സംഗതിയാണ് അർമാഗഡോൺ. ഇത് ക്രിക്കറ്റിലെ സൂപ്പർ ഓവർ പോലെയോ പെനാൽറ്റി ഷൂട്ട് ഔട്ട് പോലെയോ ഉള്ള ഒരു സംഗതി. ഈ അർമാഗഡോൺ ഇതില് ഗെയിം വൈറ്റ് ഹാസ് മോർ തിങ്കിങ് ടൈം ഓൺ ദ ക്ലോക്ക് ദാൻ ബ്ലാക്ക്, but a draw on board scores as black win. Normally white has 5 to 6 minutes and black 4 or 5 for the entire game. Black considered at disadvantage, white in advantage is given a minute less to process the game, and the handicap effectively puts on the onus of win on white. ഒരു ഷൂട്ട് ഔട്ട് പോലെയൊക്കെ ഹോക്കിയിലൊക്കെ ഉള്ള പോലെ, പെനാൽറ്റി ഷൂട്ട് ഔട്ട് പോലെ, ഫുട്ബോളിലും സൂപ്പർ ഗെയിം ക്രിക്കറ്റിലുള്ളത് പോലെ അവസാനം ആര് ജയിക്കുമെന്ന് നിശ്ചയിക്കുന്ന ഒരു ഏർപ്പാടാണ് ചെസ്സിൽ. ഒറീസയുടെ കണ്ടമാൽ ഖലാദി, അതിനും GI ടാഗ് കിട്ടി. ഇതൊരു ഓർഗാനിക് പ്രൊഡക്റ്റ് ആണ്. ഫെർട്ടിലൈസറോ ഇല്ല. ട്രൈബൽസ് ഇത് ഗ്രോ ചെയ്യും. ഒരു ട്യൂബർ.
ഈ ഓർഗാനിക് ട്യൂബറിന് വലിയൊരു സെയിൽ ഇപ്പൊ നടക്കുന്നില്ല ഈ ലോക്ക്ഡൌൺ കാരണം. കാണ്ടമൽ ഹലാദ്, ദോക്ലാം ആൻഡ് നാക്കൂല. കഴിഞ്ഞ വർഷത്തേക്ക് ചോദ്യം ഇങ്ങനെ ഇന്ത്യയും ചൈനയൊക്കെ ആയിട്ടുള്ള ഈ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. ആ ഏരിയയെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക. നാക്കൂല പാസ് sector is a pass at a height of more than 5,000 meters. നാഥുല പാസ് നോക്കാം, സിക്കിമിലാണ് ഉള്ളത്. റിവർ തീസ്റ്റേഡ് സോഴ്സ് ആണ്. ഡോക്ലാം എവിടെയാ വരുന്നത്? ഭൂട്ടാൻ ചൈന ബോർഡറിലാണ് ദോഖലാം വരുന്നത്. കണ്ടോ എഡ്ജില്. ചുംബി വാലി നോർത്ത്, ഹാ വാലി ഈസ്റ്റ്, സിക്കിം സ്റ്റേറ്റിലാണ്. ചന്നപട്ടണ ടോയ്സ്. ഈ വർഷം ടോയ്സ് ഒരു ചോദ്യം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം പ്രൈം മിനിസ്റ്റർ അതിനെ കുറിച്ച് പലവട്ടം പറഞ്ഞു. ഇന്ത്യൻ ടോയ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇത് ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ വുഡൻ ടോയ്സ് ആണ് ചന്നപട്ടണ ടോയ്സ്. ഇവയുടെ പ്രത്യേകത എന്താണ്? ഇത് കർണാടകയിലെ രാമണഗര ഡിസ്ട്രിക്റ്റിലാണ് ഉണ്ടാക്കുക. ഇതിന് GI ഇൻഡിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുക. ഗോംബേലാഗ ഒരു ടോയ് ടൗൺ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ചന്നപട്ടണം. ഇത് തടി കൊണ്ടാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നഗര ആർക്കിടെക്ചർ ഓഫ് അയോധ്യാസ് രാം മന്ദിർ. Grand temple at Rama Janmabhoomi in Ayodhya will follow Nagara style of temple architecture. So ഇത് കറണ്ട് ആണ്, പക്ഷെ നിങ്ങൾ സ്റ്റാറ്റിക് പോർഷൻ എടുത്ത് വായിക്കണം. എന്താണ് നഗര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ? ഇത് നോർത്തേൺ ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു സംഗതിയാണ്. നഗര സ്റ്റൈലിന്റെ പ്രത്യേകത എന്താണ്? അൺപ്രൈസ്ഡ് പ്ലാറ്റ്ഫോമാണ്, ജഗതി, മണ്ഡപാസ് ഉണ്ട്, ഗർഭഗ്രഹയുണ്ട്. പിന്നെ ഇത് ശിക്കാരാസ് വെച്ചിട്ട് ഗർഭഗ്രഹയുടെ മുകളിൽ ശിക്കാരാസ് എന്ന് വെച്ചാൽ ഗർഭഗ്രഹ എന്ന് വെച്ചാൽ ശ്രീകോവിൽ. ശ്രീകോവിൽ, ആ അതെ. അതിന്റെ മേളില് ശിക്കാരാസ് എന്ന് വെച്ചാൽ അതിന്റെ മേളിൽ ഇങ്ങനെ ഒരു ടോപ്പ് നമ്മളിങ്ങനെ അമ്പലങ്ങളിലൊക്കെ വെക്കത്തില്ല മേളില്. നഗര സ്റ്റൈലില് ബൗണ്ടറി വാൾസോ ഗേറ്റ് വേസോ ഇല്ല. നോ വാട്ടർ ടാങ്ക് ഇൻ ദി ടെമ്പിൾ പ്രിമിസസ് ആൻഡ് പ്രദക്ഷിണ പാത ഇസ് കവേർഡ്. ഗർഭഗ്രഹ ടോളസ്റ്റ് ടവറിലായിരിക്കും. അവിടെയാണ് ഈ പ്രിൻസിപ്പൽ ഗോഡ് ഇരിക്കുന്നത് ഗർഭഗ്രഹ. മണ്ഡപാസ് ഉണ്ടാവും, ഒത്തിരി ആൾക്കാരെ ഒരുമിച്ച് കൂട്ടാം. ശിക്കാര് മൗണ്ടൻ ലൈക്ക് സ്പയർ which can have different shapes from pyramidal to curvilinear. Vahana, mound of vehicle of the main deity placed generally in line site of a Garbhagraha. Main deity വാഹനം അടുത്ത് തന്നെ സെറ്റ് ചെയ്യും, രഥമൊക്കെ. നഗര സ്കൂള് വീണ്ടും സബ് ഡിവൈഡ് ചെയ്തപ്പെട്ടിട്ടുണ്ട്. ഒറീസ സ്കൂൾ, ഖജുരാഹോ സ്കൂൾ, സോളങ്കി സ്കൂൾ പ്രധാനപ്പെട്ടതാണ്. ആർട്ട് ആൻഡ് കൾച്ചറിൽ പ്രധാനപ്പെട്ടതാണ്. ആർട്ട് ആൻഡ് കൾച്ചറിലെ കറണ്ട് ഇഷ്യൂസിന് വേണ്ടി നമ്മളൊരു എക്സ്ക്ലൂസീവ് ക്ലാസ് മെയ് മാസം സംഘടിപ്പിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? കറണ്ട് ആർട്ട് ആൻഡ് കൾച്ചർ മാത്രം. കിരൺ രവി എന്ന് പറഞ്ഞ സാറിന്റെ സെഷൻ. അപ്പൊ ആർക്കെങ്കിലും ഈ പ്രിലിം എഴുതേണ്ടവർക്ക് ആ ക്ലാസ് ഒന്നുകൂടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നുകൂടെ കേൾക്കുക. അത് എക്സ്ക്ലൂസീവ് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്ന് മാത്രം വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സിന്റെ ഒരു സെഷൻ ഉണ്ട്. അതിൽ നമ്മൾക്ക് ആ ഒരു ടോപ്പിക് ഏരിയ ഉള്ളത് അതും കവർ ചെയ്ത് പോകുന്നുണ്ട്, എടുത്തിടുന്നുണ്ട്. അതെ, ഇപ്പൊ സ്റ്റാറ്റിക് പോർഷനും കവർ ചെയ്യപ്പെട്ടു, കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ളതും കവർ ചെയ്യപ്പെട്ടു. നല്ല ക്ലാരിറ്റി കിട്ടാൻ ഹെൽപ്ഫുൾ ആണ്. സിറ്റിസൺഷിപ്പ് ഓഫ് ബുദ്ധ, ഇന്ത്യ ഓർ നേപ്പാൾ ഇൻ വാർഡ് ഓഫ് വേർഡ്സ്. ഗൗതമ ബുദ്ധ എവിടെ ഉണ്ടായി? ശാക്യ റിപ്പബ്ലിക്കിലാണ്. അത് ഇന്ന് ഇന്ത്യയിലും നേപ്പാളിലും ആയിട്ടാണ്. കപിലവസ്തു ആയിരുന്നു ക്യാപിറ്റൽ. Kosala kingdom. By the time Gautam was warned to Shakya chief Shuddhabodhana and Mahamaya,
The republic was a vassal of Kosala kingdom. Buddhist textil പറയുന്ന Shakya chief's family has been identified with the Ishaku lineage, the same lineage as Lord Ramas. Ayodhya under Kosala kingdom was the central line of Ikashu tree, expanding over to Nepal and India as the borders when there were no defined as today. According to Buddhist text, Gautama was born while his mother Mahamaya was traveling. He was born in a park in Lumbini, which is in Nepal. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ബുദ്ധൻ നേപ്പാളുകാരനാണ് എന്ന് പറഞ്ഞത്. ലുംബിനി is a UNESCO declared heritage site. വീണ്ടും ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കറന്റ് ടോപ്പിക് 82. നല്ല ക്ലാരിറ്റിയോടെ പഠിക്കാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ. ഈ പ്രിലിം എഴുതുന്നവരൊക്കെ എന്താണെങ്കിലും നിങ്ങൾക്ക് പാസ്സായേ പറ്റുള്ളൂ എന്നുള്ള ഒരു എഫേർട്ടിൽ വർക്ക് ചെയ്യുക. ഒരു 10-12 മണിക്കൂറൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. കുറഞ്ഞ ഒരു 9 മണിക്കൂറെങ്കിലും പഠിക്കുക. Orissa to give facelift to 11th century Lingaraj temple. Orissa government has announced to give facelift to 11th century Lingaraj temple, akin to its pre-350-year structural status. The efforts will be to create a spiritual and ecological ambience in and around the Lingaraj temple. 350 വർഷം പഴക്കമുള്ളതാണ്. Dedicated to Lord Shiva. King Jajadi Keshari of Somavansha, അദ്ദേഹമാണ് ഇത് ഫോം ചെയ്തത്. ഒറീസയിലാണെന്ന് മനസ്സിലാക്കുക. സത്യം പറഞ്ഞാൽ ഈ കറണ്ട് അഫയേഴ്സ് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു പ്രയാസമുള്ള സംഗതിയാണോ? കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു. കറണ്ട് അഫയേഴ്സ് കൊണ്ടുള്ള ഗുണം എന്താണ്? സ്റ്റാറ്റിക് പോർഷൻ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. പറ്റുമോ? കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ച എനിക്ക് തോന്നുന്നു ഇത് വളരെ രസകരമാകും. നിങ്ങൾക്കൊരു പഠിത്തം ഒരു ബുദ്ധിമുട്ടുള്ള ഒത്തിരി പഠിക്കാനുണ്ടെന്നുള്ള ഒരു ഫീലൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ടോപ്പിക്സും കൂടെ എടുക്കുന്നത്. ടോപ്പിക്കായിട്ടൂടെ എടുത്തു വെക്കുക. അപ്പൊ കിങ് ജജാദി കേശരി അദ്ദേഹത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. റെഡ് സ്റ്റോൺ ആണ്. കലിംഗ സ്റ്റൈൽ ആർക്കിടെക്ചർ. UPSCയുടെ ചില പാറ്റേൺ എന്ന് വെച്ചാൽ ഈ കലിംഗ സ്റ്റൈൽ ആർക്കിടെക്ചർ, ബിൽറ്റ് ഇൻ റെഡ് സ്റ്റോൺ അങ്ങനെ പറയും. ഈ ടെമ്പിൾ ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ആ രീതിയിലും കൂടും. ബിന്ദുസാഗർ ലേക്ക് ആണ് പ്രധാനപ്പെട്ടതാണ്. ലേക്ക് സോമവസി ഡൈനാസ്റ്റിയാണ്. വിഷ്ണുവിന്റെ ഇമേജസ്. ഡ്യൂല സ്റ്റൈലാണ് ലിംഗരാജ് ടെമ്പിൾ. ഡ്യൂല സ്റ്റൈൽ ദാറ്റ് ഹാസ് 4 components, namely വിമാന, ജഗ്മോഹന അസംബ്ലി ഹാൾ, നാധി മന്ദിര ഫെസ്റ്റിവൽ ഹാൾ, ഭോഗമണ്ഡപം. ഇത്രയാണ് ഉള്ളത്. ബാക്കി 83 തൊട്ടുള്ള നാളെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. സെയിം ടൈം 7:30 to 9. അപ്പോൾ പ്രിലിം എഴുതുന്നവർ ഇതിൽ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായും